ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതൻ ആയവനേ ആരാധിക്കുന്നിത നിന്നെ ഞങ്ങൾ ആയുസിന്നാളുകളെല്ലാം. ഓ ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതൻ ആയവനേ ആരാധിക്കുന്നിത നിന്നെ ഞങ്ങൾ ആയുസിന്നാളുകളെല്ലാം. എന്റെ രോഗക്കീടക്കയിൽ നീ എന്റെ സൗഖ്യപ്രദായകൻ നീ എന്റെ രോഗസംഹാരകൻ നീ എന്റെ സർവവും നീ മാത്രമേ. എന്റെ രോഗക്കീടക്കയിൽ നീ എന്റെ സൗഖ്യപ്രദായകൻ നീ എന്റെ രോഗസംഹാരകൻ നീ എന്റെ സർവവും നീ മാത്രമേ. ആരാധ്യനും സമാരാധ്യനും ആരിലും ഉന്നതൻ ആയവനേ ആരാധിക്കുന്നിത നിന്നെ ഞങ്ങൾ ആയുസിന്നാളുകളെല്ലാം. ഓ ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതൻ ആയവനേ ആരാധിക്കുന്നിത നിന്നെ ഞങ്ങൾ ആയുസിന്നാളുകളെല്ലാം. നിന്റെ പ്രത്യക്ഷദീനമതി നിന്റെ വിശ്വസ്ത ദാസനായി നിന്റെ വിശ്വസ്ത സാക്ഷിയായി നിന്റെ സന്നിധി എത്തിയിടും ഞാൻ. നിന്റെ പ്രത്യാശയോടെ നിന്റെ വിശ്വസ്ത ദാസനായി നിന്റെ വിശ്വസ്ത സാക്ഷിയായി നിന്റെ സന്നിധി എത്തിയിടും ഞാൻ. ആരാധ്യൻ എല്ലാ കരങ്ങളും ഉയർത്തി ഈ പകൽക്കാലം ആരാധനയോടെ ആരാധിക്കുന്നിത നിന്നെ ഞങ്ങൾ ആയുസിന്നാളുകളെല്ലാം. ആരാധ്യനേ ഓ ആരാധ്യനേ സമാരാധ്യനേ ഓ ആരിലും ഉന്നതൻ ആയവനേ ആരാധിക്കുന്നിത നിന്നെ ഞങ്ങൾ ആയുസിന്നാളുകളെല്ലാം. എന്റെ രോഗക്കീടക്കയിൽ നീ എന്റെ സൗഖ്യപ്രദായകൻ നീ എന്റെ രോഗസംഹാരകൻ നീ എന്റെ സർവവും നീ മാത്രമേ. എന്റെ രോഗക്കീടക്കയിൽ നീ എന്റെ സൗഖ്യപ്രദായകൻ നീ എന്റെ രോഗസംഹാരകൻ എന്റെ സർവവും നീ മാത്രമേ. ഹല്ലേലൂയ. ആരാധ്യനേ ഓ ആരാധ്യനേ ആരിലും ഉന്നതൻ ആയവനേ ആരാധിക്കുന്നിത നിന്നെ ഞങ്ങൾ ആയുസിൻ. ശബ്ദമുയർത്തി ആരാധ്യനേ സമാരാധ്യനേ ആരിലും glory
നിന്നെ ഞങ്ങൾ ആയുസിന്നാളുകളെ ആരാധനേ ആരാധനേ ഓ നമസ്തേ ആരിലും ഉന്നതൻ ആയവനേ ആരാധിക്കുന്നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. Praise the Lord. ഇന്ന് പകൽക്കാല ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും ആരാധന ഉയരട്ടെ. എന്റെ വഴികളിൽ എന്നെ കാത്ത ദൈവമേ നിനക്ക് നന്ദി. എന്റെ ജോലി സ്ഥലങ്ങളിൽ എന്നെ പരിപാലിച്ച ദൈവമേ നിനക്ക് നന്ദി. എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ച ദൈവമേ നിനക്ക് നന്ദി. ഇന്ന് പകൽക്കാലം മധുരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് എന്റെ കർത്താവേ നീ ചെയ്ത സകല ഉപകാരങ്ങൾക്കും നിനക്ക് നന്ദി എന്ന് പറയുവാൻ കഴിയുമോ? Praise the Lord. നാം നിൽക്കുന്നത് നമ്മുടെ ശക്തി കൊണ്ടല്ല, നാം നിൽക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണെന്ന് വിശ്വസിക്കുന്നവർ അതരങ്ങളെ ചലിപ്പിച്ചെന്ന് പകൽക്കാലം ദൈവത്തോട് പറ, കർത്താവേ നിനക്ക് നന്ദി, നിനക്ക് നന്ദി, നിനക്ക് നന്ദി. ഹല്ലേലൂയ. നിനക്ക് മാത്രം നന്ദി. നീ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, നീ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. എല്ലാ അതരങ്ങളും ചലിപ്പിച്ച് ആ സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ശബ്ദം ഇന്ന് പകൽക്കാലം എത്രയും ശബ്ദത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ, എത്രയും ശബ്ദത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുമോ, ഇന്ന് പകൽക്കാലം ആ ശബ്ദമേറ്റ് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി യേശുവേ, ഹല്ലേലൂയ. ഗ്ലോറി ലോർഡ്, യു ആർ ഗ്രേറ്റ്. നീ വലിയ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ആരാധിക്കുമ്പോൾ നമുക്ക് വിടുതലുണ്ട്, ആരാധിക്കുമ്പോൾ സൗഖ്യമുണ്ട്. നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിൽ സമാധാനവും സന്തോഷവും ദാനമായി തരുന്ന ദൈവത്തെ ഒരുമിച്ച് കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇത് പകൽക്കാലം വിടുതലിന്റെ സൺഡേ ആണ്. പ്രൈസ് ദി ലോർഡ്. സൗഖ്യത്തിന്റെ സൺഡേ. പ്രൈസ് ദി ലോർഡ്. സൗഖ്യമില്ലാതെ സമാധാനമില്ലാതെ ഇരിക്കുന്നവർക്ക്, നമ്മളെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഇന്ന് പകൽക്കാലം ആ സൗഖ്യം ഇതിന്റെ അകത്തു നിന്നും പകരേണ്ടതിനായി എല്ലാവരും ഒരു നിമിഷക്കാലം കരങ്ങളെ ഉയർത്തി. ലോകം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലോക ജനത നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അകത്തു നിന്നും ഈ സൺഡേയിൽ ഞാൻ TV കണ്ടപ്പോൾ, ഈ സൺഡേയിൽ ഞാൻ ലൈവ് വെബ്കാസ്റ്റ് കണ്ടപ്പോൾ എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കി എന്നുള്ള അനുഭവം പറയുവാൻ ഒരുമിച്ച് കരങ്ങളെ ഉയർത്തി ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറയാണ്, കർത്താവേ ഇത് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ സൗഖ്യമായി മാറട്ടെ, ഇതിന്റെ അകത്തുനിന്നും സൗഖ്യമുണ്ടാകട്ടെ. Glory to God, glory to God. ആരാധിക്കുമ്പോൾ വിടുതൽ. Praise the Lord. Thank you Jesus, thank you Jesus. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം, ദേഹി, ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകും. ഓ ദേഹം, ദേഹി, ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിടും. പ്രാർത്ഥിക്കാം. Glory to God. നല്ലവൻ അവൻ നല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ. നല്ലവൻ അവൻ നല്ലവൻ. ഓഹോ വിടുതൽ എന്നും വിടുതലോടെ. ഹല്ലേലൂയ. വിടുതൽ എന്നും പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. ആത്മാവിൽ ആരാധിക്കാം. Glory to God. പ്രാർത്ഥിക്കാം. ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ. നല്ലവൻ അവൻ നല്ലവൻ. ഹല്ലേലൂയ. വിടുതൽ എന്നും പ്രാപിക്കാം. ഓഹോ വിടുതൽ എന്നും പ്രാപിക്കാം. ഹല്ലേലൂയ. യാചിപ്പീൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. ഓ യാചിപ്പീൻ എന്നാൽ ലഭിക്കും,
അന്വേഷിപ്പീൻ കണ്ടെത്തും. ഹല്ലേലൂയ. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ. ഹല്ലേലൂയ. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മ. ഓ പ്രാപിക്കാം. Glory to God. നല്ലവൻ അവൻ വല്ലഭൻ. ഹല്ലേലൂയ. പ്രാപിക്കാം. Glory നല്ലവൻ അവൻ വല്ലഭൻ. ഹല്ലേലൂയ. വിടുതൽ എന്ന് പ്രാപിക്കാം. ഹല്ലേലൂയ. വിടുതൽ എന്ന് പ്രാപിക്കാം. ഓ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ. ഹല്ലേലൂയ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്ക് സൗഖ്യമാ. നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്ക് സൗഖ്യമാ. ഓഹോ പ്രാർത്ഥിക്കാം ശക്തിയോടെ. ഹല്ലേലൂയ. Glory to God. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ. നല്ലവൻ അവൻ വല്ലഭൻ. ഹല്ലേലൂയ. വിടുതൽ ആരാധനയോടെ. Glory to God. ഹല്ലേലൂയ. ഓ യാചിപ്പീൻ എന്നാൽ ലഭിക്കും. അന്വേഷിപ്പീൻ കണ്ടെത്തും. ഹല്ലേലൂയ. യാചിപ്പീൻ എന്നാൽ ലഭിക്കും. അന്വേഷിപ്പീൻ കണ്ടെത്തും. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മ. ഹല്ലേലൂയ. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. Glory to God. Oh Jesus. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ. നല്ലവൻ അവൻ വല്ലഭൻ. ഹല്ലേലൂയ. വിടുതൽ എന്ന് പ്രാപിക്കാം യേശുവേ. വിടുതൽ എന്ന് പ്രാപിക്കാം. ഓ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ. ഹല്ലേലൂയ. മടുത്തു പോകാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്ക് സൗഖ്യമാ. നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്ക് സൗഖ്യമാ. ഓഹോ പ്രാർത്ഥിക്കാം. Glory to God. യേശുവേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. Glory. നിങ്ങളുടെ പ്രാർത്ഥനയോടെ. Glory to God. വിടുതൽ എന്ന് പ്രാപിക്കാം. ഹല്ലേലൂയ. വിടുതൽ എന്ന് പ്രാപിക്കാം. പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ. നല്ലവൻ. Glory to God. ആമേൻ ആമേൻ. പ്രാർത്ഥിക്കാം. Oh Jesus. Hallelujah. Glory to God. വിടുതൽ എന്ന് പ്രാപിക്കാം. Hallelujah. വിടുതൽ. Glory. പ്രാർത്ഥിക്കാം. Yes. Tarabashaka. Rialabashaka. യേശുവാരിലും വലിയവൻ അവനൊപ്പം പറയാനാരുമില്ലേ. യേശുവാരിലും വലിയവൻ അവനൊപ്പം പറയാനാരുമില്ലേ. ഒരിക്കൽ കൂടെ. യേശുവാരിലും വലിയവൻ അവനൊപ്പം പറയാനാരുമില്ലേ. കൈവിട്ടു എല്ലാരും എന്നെ അന്നും ഏകനെന്നു ഞാൻ നിനച്ചിടുമ്പോൾ ഉൾപ്പാടത്തിൽ ഒരുവൻ അഗ്നിയിലിറങ്ങി നിന്നിടുന്നു. കൈവിട്ടു എല്ലാരും എന്നെ അന്നും ഏകനെന്നു
നിനച്ചിടുന്നു മുൾപ്പടർപ്പിൽ എനിക്കായൊരുവൻ അഗ്നിയിലിറങ്ങി നിന്നിടുന്നു എന്നെ മാറ്റിടുവാൻ പുതുതാക്കി ഓ എന്നെ മാറ്റിടുവാൻ പുതുതാക്കി തീർക്കുവാൻ യേശുവാരിലും വലിയവൻ അവനൊപ്പം പറയാൻ Glory to God. യേശുവാരിലും വലിയവൻ ഓ അവനൊപ്പം പറയാൻ ഓ ഹല്ലേലൂയ യേശുവേ യേശുവാരിലും വലിയവൻ അവനൊപ്പം പറയാനാരും Glory to God. യേശുവാരിലും വലിയവൻ അവനൊപ്പം പറയാനാരുമില്ലേ. ഇന്ന് സഭ ഒരുമിച്ച് വന്നിരിക്കുന്നത് എല്ലാ നാമത്തിന്റെ മീതെയുള്ള യേശുവിന്റെ നാമത്തെ ഉയർത്തുവാനാണ്. ആ നാമത്തെ ഉയർത്തിയാൽ ഇന്ന് പകൽക്കാലം ആ നാമത്തെ ഉയർത്തിയാൽ നമ്മൾ ധന്യരായിത്തീരും, നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഒരു കരം ഉയർത്തി പറയാമോ? കർത്താവേ, കുഞ്ഞാടേ 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 നീ അറുക്കപ്പെട്ടു, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുകയാണ്, അങ്ങയുടെ നാമത്തെ മഹത്വീകരിക്കുകയാണ്. We glorify your name. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു, അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. ആ കരങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ആശ്വസിപ്പിക്കുന്ന ഒരു ദൂതന്റെ കരം ചിലരുടെ കരങ്ങൾ മേൽ വരട്ടെ 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 വരട്ടെ. അഭിഷേകത്തിന്റെ ഒരു കരം ചിലരുടെ മേൽ വരട്ടെ. എന്ന കരം ഉയർന്നിരിക്കുമ്പോൾ ഇതിന്റെ നടുവിൽ കൂടുതലാവുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ഒരു സ്പർശനം ചിലരുടെ മേൽ വരികയാൽ എന്നിവിടെ ആവശ്യമുള്ള സകല അനുഗ്രഹങ്ങളും രോഗസൗഖ്യങ്ങളും പ്രാർത്ഥന മറുപടികളും ഇവിടെ വന്നിരിക്കും എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയിരിക്കുമ്പോൾ ഇതിന്റെ അകത്ത് മാത്രമല്ല, ഹാർവെസ്റ്റ് ടെലിവിഷനിൽ കൂടെ വെബ്കാസ്റ്റിൽ കൂടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവർ അവിടെ കരങ്ങൾ ഉയർത്തിയിരിക്കുമ്പോൾ എന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കട്ടെ. ചില കരങ്ങളുടെ മേൽ ഒരു സ്പർശനം വരികയാണ്. അന്യഭാഷകളിൽ പ്രാർത്ഥന ഉയരട്ടെ. ഞങ്ങളുടെ നാമത്തെ ഉയർത്തുന്നു, നാമത്തെ ഉയർത്തുന്നു, നാമത്തെ ഉയർത്തുന്നു, വിശുദ്ധ നാമത്തെ ഉയർത്തുകയാണ്. Thank you, Lord. Hallelujah. ഞങ്ങളുടെ സ്തോത്രവും സ്തുതിയും പുകഴ്ചയും സകലതും സ്വീകരിപ്പാൻ യോഗ്യനായവൻ ഞങ്ങളുടെ നടുവിൽ എന്നുള്ളതിനാൽ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ആരാധനയും ഞങ്ങളുടെ സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിച്ചിരിക്കുകയാൽ സ്തോത്രം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തുടർന്നും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടി ഇരുന്നാലും യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥനയോടെ എല്ലാവരും ദൈവസന്നിധിയിലിരിക്കണം. മെസ്സേജിലേക്ക് കടക്കുന്നതിന്റെ 1-2 നിമിഷങ്ങൾ അതിനു മുൻപ് എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, ബെഥൽ AG ചർച്ച് ഹെബ്ബാളിൽ നമ്മുടെ മലയാളം സർവീസിൽ ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് 10th സ്റ്റാൻഡേർഡ് എക്സാംസ് ചിൽഡ്രൻ, ആർ യു ലിസണിംഗ് ടു മീ? ചിൽഡ്രൻ, സൺഡേ സ്കൂൾ ചിൽഡ്രൻ, ആർ യു ലിസണിംഗ് ടു മീ? സോ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. മാത്രമല്ല 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയുള്ള സ്റ്റുഡൻസ് ദയവായിട്ട് മുൻപോട്ട് വന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഐ തിങ്ക് ദേ ഓൾറെഡി ലെഫ്റ്റ് ഫോർ ദ സൺഡേ സ്കൂൾ. ഇതിൻ്റെ അകത്തുള്ളവർ ഒരു സ്റ്റുഡൻറ്റേ ഉള്ളെങ്കിലും 10th സ്റ്റാൻഡേർഡ് ആൻഡ് 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് മുന്നോട്ട് വന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. കാര്യം ഈ ഹാർവെസ്റ്റ് ടെലിവിഷൻ്റെ സമയം കഴിഞ്ഞിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് ഞങ്ങൾ ചിന്തിച്ചു. പക്ഷേ ഗ്ലോബലി ബെഥലൈറ്റ്സ് ആയിട്ടുള്ള പല കുഞ്ഞുങ്ങൾ പ്രാർത്ഥന ആഗ്രഹിക്കുന്നു എന്ന് പിന്നത്തേതിൽ അറിയുവാനിടയായതുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓൾ ഓവർ ദ ഗ്ലോബ് ബെഥൽ AGയുമായി ആരാധനയിൽ പങ്കെടുക്കുന്ന ഫാമിലീസിൽ യു ക്യാൻ ഫേസ് ദ ചർച്ച്. കം ടു ദ സെൻറ്റർ പ്ലീസ്. ദയവായിട്ട് മുൻപോട്ടേക്ക് വന്നിട്ട് come this side, please don't waste the time. Akhil, Atul, come that side. Boys, come that side. Thank you. So ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വാട്ട് വി ബിലീവ് ഇസ് ഇതിൻ്റെ അകത്ത് മാത്രമല്ല ഓൾ ഓവർ ദ വേൾഡ് ബെഥൽ AG ചർച്ചിനോട് ചേർന്ന് ആരാധനയിലായിരിക്കുന്ന ഞായറാഴ്ചകളിൽ സമയം ഡിവോട്ട് ചെയ്ത് ഇവിടെ ഞായറാഴ്ചയാകുമ്പോൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത ടൈം സോൺസിൽ നമ്മളോടൊപ്പം ആരാധനയിൽ പങ്കെടുക്കുന്ന അനേക കുഞ്ഞുങ്ങൾ ഫാമിലീസ് പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഈ സീസണിൽ അവർക്ക് ആവശ്യമുള്ള ദൈവകൃപ ദൈവം അവർക്ക് നൽകുവാൻ ദയവായി എല്ലാവരും കരങ്ങൾ ഇവർക്ക് നേരെ നീട്ടിയിട്ട് ആസ് വി സ്ട്രെച്ച് അവർ ഹാൻഡ്സ് ഇവർക്ക് വേണ്ടി കരം നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതിൻ്റെ അകത്ത് മാത്രമല്ല ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്നാഗ്രഹിച്ച് ആരൊക്കെ ദൈവസന്നിധിയിലായിരിക്കുന്നു ആ ഫാമിലീസിൽ താങ്ക് യു ലോർഡ് ഇന്ന് ലൈവായി കാണുന്നവരും പിന്നത്തേതിൽ കർത്താവേ
ഞങ്ങളോടൊപ്പം ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയാത്തവർ പിന്നത്തേതിൽ റെക്കോർഡഡായി ഈ സർവീസസ് ശ്രദ്ധിക്കുന്നവരുടെ ജീവിതത്തിലും താങ്ക് യു ലോർഡ്. ഓഡിയോ വേർഷനായി മിക്സലാറിൽ കൂടെ കഥാവെ കാണുവാൻ കഴിയത്തില്ലെങ്കിലും ഞങ്ങളോടൊപ്പം റേഡിയോയിൽ കൂടെ ശ്രദ്ധിക്കുന്നവരുമുണ്ടല്ലോ. ഓരോരുത്തരെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. 10th സ്റ്റാൻഡേർഡ് എക്സാംസ് എഴുതുന്നവർ, 12th സ്റ്റാൻഡേർഡ് എക്സാംസ് എഴുതുന്നവർ, അത് മാത്രമല്ല ഓൾ ഓവർ ദ ഗ്ലോബ് വ്യത്യസ്ത എക്സാംസ് എഴുതുവാൻ ആ സീസണിലേക്ക് കടക്കുന്ന ഒരു കൂട്ടം കുഞ്ഞുങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവകൃപയ്ക്കായി, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി, ദൈവിക സ്പർശനത്തിനായി, അവരുടെ ജ്ഞാനത്തിൽ, അവരുടെ വിദ്യാഭ്യാസത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടുവാൻ, അവരുടെ ജീവിതത്തിൻ്റെ സകല വഴികളിലും അനുഗ്രഹിക്കപ്പെടുവാൻ, പ്രത്യേകിച്ച് വരുന്ന എക്സാംസിൽ നന്നായി എഴുതുവാൻ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കൊടുക്കുവാൻ, അവർ എക്സാംസ് എഴുതുമ്പോൾ നന്നായി എഴുതുവാൻ, അത് ഇവാലുവേറ്റ് ചെയ്യുന്നവർ നന്നായി മാർക്കുകൾ നൽകുവാൻ, കർത്താവേ നീതിയോടെ, ദൈവത്തിൻ്റെ ന്യായത്തോടെ, ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ ഇവർ കർത്താവേ ദൈവത്തിൻ്റെ ശോഭയുള്ള സാക്ഷികളായി പുറത്തു വരുവാൻ അങ്ങയുടെ നാമത്തിൽ സഭയായി കരം നീട്ടി ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. കർത്താവിൻ്റെ കരം ഇവരുടെ മേലിരുന്നാലും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. Do well in your exams. Please go ahead. Sunday school കുഞ്ഞുങ്ങൾ, I think I saw you walk out. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് മെസ്സേജിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ വി ആർ വെരി പ്രിവിലേജ്ഡ്. നമുക്ക് വളരെ ഭാഗ്യമുള്ളവരാണ് ദൈവസന്നിധിയിൽ, ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുവാനും സന്ദേശങ്ങൾ കേൾക്കുവാനും. പക്ഷേ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വില മുടക്കി പ്രാർത്ഥനയിൽ, ആരാധനയിൽ ആയിരിക്കുന്നവർ രാത്രിയിൽ വെളുപ്പിന് 3 മണിക്കും ഡിഫറെൻറ്റ് ടൈം സോൺസ് നമ്മളോടൊപ്പം ആരാധനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അതേസമയം നോർത്ത് ഇന്ത്യയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ 2 പ്രാവശ്യമെങ്കിലും ലക്നൗ, അയോധ്യ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോകുവാൻ ഇടയായി. ഡൽഹി, മുംബൈ, പല സ്ഥലങ്ങളിൽ പോയി. പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ അവർക്ക് ഹൈ സ്പീഡ് അല്ലെങ്കിൽ നല്ല ബാൻഡ് വിഡ്ത്തുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല. അതുകൊണ്ട് വീഡിയോ കാണുവാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മളൊരു പുതിയ സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. ബഥൽ റേമ റേഡിയോ എന്ന പേരിൽ ഒരു റേഡിയോ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഗോ ഹെഡ്. താങ്ക് ദ ലോർഡ്. ആ റേഡിയോയിൽ കൂടെ ആക്ച്വലി FM റേഡിയോ, മറ്റേതെങ്കിലും റേഡിയോ എടുത്താൽ ആ ഒരു സിറ്റിക്കകത്ത് മാത്രമേ സാധിക്കുകയുള്ളൂ ബ്രോഡ്കാസ്റ്റ് ചെയ്യുവാൻ. പക്ഷേ നമ്മുടെ ഇൻ്റർനെറ്റ് റേഡിയോയ്ക്കകത്തൂടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും 24/7 ബട്ടൺ അമക്കിയാൽ റേഡിയോയ്ക്കകത്തൂടെ ഇവിടുത്തെ സന്ദേശങ്ങൾ 24/7 പോകുന്ന, 24 മണിക്കൂറും ആഴ്ചയുടെ 7 ദിവസവും പോകുന്ന ഒരു പ്രത്യേക സർവീസ് ഇവിടെ ആരംഭിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. So, if you look at the screen, Bethel Rhema Radio 24/7 internet radio, our page www.bethelagindia.org/live എന്ന ആ ലിങ്കിൽ ചെന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇതുപോലത്തെ ഒരു സ്ക്രീൻ വരും. ആ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ആ ബട്ടണിൽ ഒന്ന് അമക്കിയാൽ മതി. 24/7 റേഡിയോയ്ക്കകത്ത്, കാറിൻ്റെ അകത്തായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ മൊബൈൽ ഫോൺ. ദാറ്റ്സ് എ ബെസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. ഞാൻ പലരെയും കാണുവാൻ ഇടയായി. അവർ പറഞ്ഞു, പാസ്റ്റർ ഞങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ അകത്ത് ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ ഇൻ്റർനെറ്റ് റേഡിയോയ്ക്കകത്തൂടെ ഞങ്ങൾ ഇവിടുത്തെ സന്ദേശങ്ങൾ, ഇവിടുത്തെ പാട്ടുകൾ, ആരാധനകളിൽ സഹകരിക്കുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട് എന്ന് കേൾക്കുവാനിടയായി തീർന്നു. 2G മാത്രമുള്ളവർക്കും ഇതിൻ്റെ അകത്തൊന്നും യാതൊരു ബഫറിങ്ങും ഇല്ലാതെ കാണുവാൻ സാധിക്കും. സോ ഈ ഒരു പ്രത്യേക സർവീസ് ഇതിൽ പങ്കെടുത്ത, ഇതിൽ സഹായിച്ച ബ്രദർ ലേവി പ്രത്യേകിച്ചും ചർച്ച് ഓഫീസുള്ള എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കും. ദൈവം ഒരു അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിച്ച് ഇത് ഇനാഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓൾ ഓവർ ദ വേൾഡ് ഹാർവസ്റ്റ് ടെലിവിഷനിൽ കൂടെ കാണുന്നവരും, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ആരെങ്കിലും പരിചയമുള്ളവർക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കും. ഈ റേഡിയോ മിനിസ്ട്രി ഏറ്റവും ധന്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നാദ്യമായി അത് ഇനാഗ്രേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുക. പ്രാർത്ഥിച്ച് ഇനാഗ്രേറ്റ് ചെയ്യും. അത് ലോകത്തിൽ അനേകർക്ക് ഒരു പ്രയോജനമാകട്ടെ. തുടർന്ന് ഡാഡി വന്ന് ഇതിന് ഇനാഗ്രേഷന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം ഇത് ഇനാഗ്രേറ്റ് ചെയ്യുവാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, തിരുനാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് എടുത്തു വെച്ച ഓരോ ചുവടുകളും ഇന്ന് വരെ വിജയമാക്കിയ ദൈവമേ, ഇൻ്റർനെറ്റ് റേഡിയോയെ ദൈവകരങ്ങളിലേക്ക് തരുന്നു. അനേകർക്കത് പ്രയോജനമാകുവാൻ കർത്താവേ, ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ടെക്നോളജിയുടെയും ഉന്നത സംസ്കാരത്തിലേക്ക് കയറുവാൻ, അതിൻ്റെ പ്രയോജനം മുഴുവനായി എടുക്കുവാൻ കർത്താവ് ലോകത്തിൽ അങ്ങയുടെ മക്കൾക്ക് അവസരം തരണേ. ഇന്ന് ഞങ്ങൾക്ക് തന്ന ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുന്ന കർത്താവേ, അങ്ങിതിനെ വളർത്തും എന്ന വിശ്വാസത്തോടെ, ഇത് അനേക ആയിരങ്ങൾക്ക് വീണ്ടും പ്രയോജനമാകുമെന്ന വിശ്വാസത്തോടെ, ചിലരുടെ നിത്യജീവൻ അവകാശികളാകുമെന്ന പ്രതീക്ഷയോടെ, പലരും സ്വർഗത്തിൽ അവരുടെ സ്ഥാനങ്ങൾ ഉയരത്തിൽ കയറത്തക്കവണ്ണം തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതിന് ഇതിലെ ഉപദേശങ്ങൾ അംഗീകരിക്കും എന്ന വിശ്വാസത്തോടെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളിതിനെ ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്നു മുതൽ ദൈവസഭയ്ക്ക് പ്രയോജനമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. This is Bethel Rhema Radio. കേൾക്കൂ, കേൾപ്പിക്കൂ, അനുഗ്രഹം പ്രാപിക്കൂ.
ദൈവദിന ശുശ്രൂഷയിലേക്ക് നമുക്ക് തുടർന്ന് പ്രവേശിക്കാം. ഓൾറെഡി എക്സ്പെരിമെൻ്റൽ ബേസിൽ ചെറിയ ദിവസങ്ങളിലായി ഇത് ഓടുന്നുണ്ടായിരുന്നു. തുടർന്ന് പ്രൊഫഷണൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇത് ഓടുവാൻ കർത്താവ് കൃപ തരട്ടെ. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ കാൽവെപ്പുകളിലും കർത്താവ് ഇതുവരെയും നമ്മളെ നടത്തി. ഇന്ന് വരെ നടത്തിയ ദൈവം നാളെയും നടത്തട്ടെ. 22 അംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ നിന്നെ വളർത്തും എന്ന് കർത്താവ് കൽപ്പിച്ചു. നാം പലപ്പോഴും അവിശ്വസ്തരായെങ്കിലും കർത്താവ് വിശ്വസ്തനായിരുന്നു. ഇന്ന് ഹാർവസ്റ്റ് ടെലിവിഷൻ്റെ മെയിൻ ടെക്നീഷ്യൻ ഇവിടെയുണ്ട്. അതിൻ്റെ കുറവുകൾ പരിഹരിക്കേണ്ടതിന് വേണ്ടി അവരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ബിബി തന്നെ ഇവിടെ പേഴ്സണലി ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ സംസാരിച്ചു. ഹാർവസ്റ്റ് ടെലിവിഷനിലും നമ്മുടെ വെബ്സൈറ്റിലും കൂടെ അവരുടെയൊക്കെ കണക്കനുസരിച്ച് 45 ലക്ഷം ആളുകൾ ഒരു സമയം ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. 4.5 മില്യൺ. അതൊരു വലിയ ഫിഗറാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പങ്കെടുക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി പ്രയോജനപ്പെടുവാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്ത റേഡിയോയെ ദൈവം കൊണ്ടുവരട്ടെ. എനിക്ക് തോന്നുന്നു ടെലിവിഷനിലേക്ക് പോകുന്ന സിഗ്നലിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എല്ലാ ടെക്നീഷ്യൻസും നമുക്കുള്ളവർ മാറി മാറി നോക്കിയിട്ടും 100% വന്നില്ല. എന്നോട് കർത്താവദാസന്മാരിൽ ചിലർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, പാസ്റ്റേ ഒന്നുകൂടെ അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കാര്യം എല്ലാ സിസ്റ്റം ടെക്നോളജിയും കർത്താവാണ് നിയന്ത്രിക്കുന്നത്. ഒരുപാട് ഇടത്ത് ടെക്നോളജിയിൽ കേടുവരുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ പുതുതായിട്ട് അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചും ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പൈശാചിക പ്രവർത്തനത്തെക്കുറിച്ചും ഒരു നീണ്ട സീരീസ് ഉണ്ടാക്കി. പലയിടത്തും അത് പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിടത്ത് പ്രൊജക്ടറുകൾ കത്തി. ഞാൻ പറഞ്ഞത് ഡൽഹിയിൽ ലീഡേഴ്സ് മീറ്റിങ്ങിന് വേണ്ടി ഒരിക്കൽ കൊണ്ടുപോയി 4 കമ്പ്യൂട്ടേഴ്സാണ് വൺ ആഫ്റ്റർ ദി അതർ കേടായത്, കത്തിയത്. ഒന്നും വർക്ക് ചെയ്തില്ല. 5ാമതൊരു കമ്പ്യൂട്ടർ കൊണ്ടുവന്നതിൽ പവർ പോയിൻറ്റ് പ്രൊവിഷൻ ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ കമ്പ്യൂട്ടറിൽ വേറൊരു ഫോർമാറ്റിലേക്ക് മാറ്റി പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു. ഞാൻ കഴിഞ്ഞ 3 ദിവസം പന്തളത്തുണ്ടായിരുന്നു. 2 കമ്പ്യൂട്ടേഴ്സ് പോയി. ഇടക്കാലത്ത് ശല്യം ഒന്ന് നിന്നിരിക്കുകയായിരുന്നു. വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ടെക്നോളജിയെ ദൈവകരങ്ങളിലേക്ക് ഒന്നുടന്ന് വെച്ചുകൊണ്ട് പിശാചാതി ശക്തിയോടെ എതിർക്കും. അവനോട് നമുക്ക് തിരിച്ചു പറയാം, ചുമ്മാ പിശാചെ, ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തിരിക്കും. ഇത് ദൈവസന്നിധിയിൽ ഒന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ടെക്നോളജി ഒരുപാട് ഏരിയയിലുണ്ട്. മീഡിയയിലെ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുത്ത വിദ്യാഭ്യാസം അവരുപയോഗിക്കുന്നതിനായി സ്തോത്രം. നമുക്കിതിനെ ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് ഒന്നുകൂടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഹാർവസ്റ്റ് ടെലിവിഷൻ, ഞങ്ങളുടെ ബ്രോഡ്കാസ്റ്റിംഗ് ലൈൻസ്, കർത്താവേ, ഞങ്ങളുടെ വെബ്സൈറ്റുകൾ, വ്യത്യസ്ത മീഡിയകൾ, ഓരോന്നിൻ്റെയും ബ്രോഡ്കാസ്റ്റിംഗ് ലൈനുകൾ, ഉപയോഗിക്കപ്പെടുന്ന എക്യുപ്മെൻറ്റ്സ്, കർത്താവ്, ഇതിലൊക്കെ ഉപരി അതിനകത്ത് നിന്ന് വേല ചെയ്യുന്ന ഞങ്ങളുടെ മക്കൾ, അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ, മെസ്സേജിൻ്റെ മുമ്പിൽ നിൽക്കുന്നവർ എന്നിങ്ങനെ ഈ ശൃംഖലയെ സ്വർഗത്തിലെ ദൈവം ഒന്നുകൂടെ തൊടുവാൻ നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ അധികാരമുള്ള ദൂതന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ രക്തത്തിൻ്റെ കവറിങ് ഞങ്ങൾ ചോദിക്കുകയാണ്. എത്തേണ്ടടുത്ത് സന്ദേശം എത്തുവാൻ തകരാറുണ്ടാക്കുന്ന ശക്തി യേശുവിൻ്റെ നാമത്തിൽ മാറി നില്ല. നീ ഞങ്ങളുടെ കാൽ കീഴാണെന്ന് യേശുവിൻ്റെ അധികാരത്തിൽ ഇന്ന് രാവിലെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഈ സന്ദേശങ്ങൾ എത്തേണ്ടയിടത്ത് എത്തുവാൻ അതിൻ്റെ വാതിലുകൾ തുറക്കട്ടെ, ലൈനുകൾ തുറക്കട്ടെ, അവ സംഭവിക്കട്ടെ. പ്രവർത്തിക്കുന്നവരുടെ മേൽ ദൈവകൃപ പകരണമേ, അവർക്ക് പ്രതിഫലവും കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് ദൈവവചന സന്ദേശം നിർത്തി രോഗികൾക്ക് വേണ്ടി, വിടുതലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന താല്പര്യത്തിലാണ്. കാരണം നമ്മൾ ഇന്ന് ഹീലിംഗ് സൺഡേയിലാണ്. ഈ മാസത്തെ ഹീലിംഗ് സൺഡേ ഇന്നാണല്ലോ. ബ്ലൂ ചെയറുകളിൽ ഇരിക്കുന്നവർക്കായി സ്തോത്രം. രോഗികളായി വന്നവർക്ക് ബ്ലൂ ചെയർ തികയാതെ വന്നെങ്കിൽ അതിൻ്റെ പിമ്പിലേക്കുള്ള കുറേ വൈറ്റ് ചെയറും കൂടെ അവരുപയോഗിച്ചാൽ തെറ്റില്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അവൻ കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-7 അധ്യായങ്ങളിലൊക്കെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പർവ്വത മുകളിൽ താൻ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർക്ക് വേണ്ടി പ്രത്യേകം ഉപദേശത്തിൻ്റെ ക്ലാസ്സുകൾ എടുക്കുകയായിരുന്നു. താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെ താൻ തന്നെ യോർദാനിൽ കൊണ്ടുവന്ന് താൻ തന്നെ സ്നാനപ്പെടുത്തി. തൻ്റെ ശിഷ്യന്മാരെ യേശു സ്നാനപ്പെടുത്തിയ ശേഷം അവരുമായി മലമുകളിലേക്ക് കയറുകയും തൻ്റെ ഉപദേശങ്ങൾ എന്ത് എന്ന് തൻ്റെ ശിഷ്യന്മാരെ യേശു പഠിപ്പിക്കുകയും ചെയ്തു. യേശു ഉപദേശങ്ങൾ പഠിപ്പിച്ച ശേഷം താഴ്വരയിലേക്ക് ഇറങ്ങി വരികയാണ്. ആ സമയത്താണ് ഒരു കുഷ്ഠരോഗി വന്ന് യേശുവിനെ നമസ്കരിക്കുന്നത്. ഒരു കുഷ്ഠരോഗിയെക്കുറിച്ച് കുഷ്ഠമില്ലാത്തവൻ്റെ അടുത്തുകൂടാ വന്നുകൂടാ എന്ന രാജ്യത്തിൻ്റെ നിയമം, ആ ദിവസങ്ങളുടെ പ്രമാണം ഒക്കെ അവൻ തൽക്കാലത്തേക്കൊന്ന് മറന്നേച്ച് യേശുവിൻ്റെ അരികിൽ വന്ന് മുട്ടുകുത്തി.
ആളുകൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊല്ലാം. കാര്യം അന്നത്തെ വ്യവസ്ഥ അങ്ങനെയാണ്. കുഷ്ഠരോഗി, കുഷ്ഠമില്ലാത്തവരുടെ നടുവിൽ രോഗി ഇല്ലാത്തവരുടെ ഇടയിൽ നടന്നുകൂടാ എന്നതാണ്. ഇതിനെ ലംഘിച്ചുകൊണ്ട് വരുവാൻ തക്കവണ്ണം ഒരു വിശ്വാസം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. വന്ന് യേശുവിനോട് പറഞ്ഞ്, കർത്താവേ, അങ്ങയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. അവിടെ ശുദ്ധി എന്ന പദം ഉപയോഗിച്ചത് പുതിയ നിയമത്തിൽ പാപത്തെന്ന ഒരു അശുദ്ധിയുണ്ട്, അതിൻ്റെ നിഴലായി പഴയ നിയമത്തിൽ കുഷ്ഠരോഗത്തെ ചിത്രീകരിച്ചിരുന്നത് കൊണ്ടാണ്. കുഷ്ഠരോഗം വേഗത്തിൽ പടരുന്നതാണ്. അത് ഒരുവനെ ബാധിച്ചാൽ വിട്ടുമാറുന്നത് എളുപ്പമല്ല. ആകയാൽ പാപത്തോട് അതിനെ ഉപമിക്കുന്നത് അങ്ങേയറ്റം യുക്തമായിരുന്നു. കുഷ്ഠരോഗിക്ക് അന്നുണ്ടായിരുന്ന ഡിസ്പോസൽ, ഇവനെ പാളയത്തിൽ കയറ്റരുത്, അവനെ അകറ്റി നിർത്തണം, വേർപാടാചരിക്കണം. എന്നാൽ ഈ വേർപാടാചരിക്കേണ്ടിയിരുന്ന കുഷ്ഠരോഗി ആരുടെയും അടുക്കൽ വരുവാൻ അർഹതയില്ലാഞ്ഞവൻ എങ്ങനെയോ തിരിച്ചറിഞ്ഞു, എനിക്കടുത്ത് ചെല്ലാൻ കൊള്ളാവുന്ന ഒരു ഇടമുണ്ട്. ഇന്ന് പാപിക്ക് അടുത്ത് വരുവാൻ കൊള്ളാവുന്ന ഏക ഇടം ശുദ്ധീകരിക്കുന്ന യേശുവാണ്. അന്നത്തെ കുഷ്ഠരോഗി മനസ്സിലാക്കി, തനിക്കിഷ്ടമുണ്ടെങ്കിൽ എന്നെ വിടുവിപ്പാൻ, ശുദ്ധീകരിക്കുവാൻ കഴിയുന്നവനാണ് ഈ യേശു. അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നു, അവൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞു. രത്നച്ചുരുക്കമായ ഭാഷയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം നമുക്ക് ദൈവത്തോട് ഏറ്റുപറയാം. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുക എന്നത് ദൈവത്തിൻ്റെ ദിവ്യ പ്രമാണമാണ്. അവൻ അടുത്തു വന്നത് ഏറ്റുപറഞ്ഞു, യേശുവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. അടുത്ത് വായിച്ചത്, യേശു കൈ നീട്ടി അവനെ തൊട്ടു. കുഷ്ഠരോഗിയെ തൊടരുത് എന്നത് മഹാപ്രമാണമാണ്. അവൻ അടുത്തൂടെ വന്നാൽ കുഷ്ഠം പകരുമെങ്കിൽ തൊട്ടുപോയാൽ എന്താണ്? കുഷ്ഠരോഗിയെ തൊടരുത്. കാര്യം കുഷ്ഠം അവനിൽ നിന്ന് രോഗമില്ലാത്ത വ്യക്തിയിലേക്ക്, തൊട്ടവനിലേക്ക് പകരും എന്നത് ഉറപ്പാണ്. പക്ഷെ നമ്മുടെ യേശു കൈ നീട്ടി അവനെ തൊട്ടു. എന്തുകൊണ്ട്? രണ്ട് ശക്തികൾ തമ്മിൽ ഒന്ന് സമ്മേളിക്കാൻ പോകുകയാണ്. ഒന്ന്, കാർന്ന് തിന്നുന്ന കുഷ്ഠത്തിൻ്റെ പകരുന്ന വ്യാപാരം, തൊടാത്തവൻ്റെ അടുക്കലെത്തും, തൊടുന്നവനിൽ നിശ്ചയമെത്തും. രണ്ട്, സകല നാമത്തിനും മീതെയുള്ള നാമം വഹിക്കുന്ന ശക്തന്മാരിൽ ശക്തനായവൻ്റെ ദിവ്യകരം. യേശുവിനറിയാം, ഈ രണ്ട് ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ ജയിക്കുന്നത് എൻ്റെ ശക്തിയാ. പകരുന്ന കുഷ്ഠത്തിൻ്റെ ശക്തിയെ അതിജീവിക്കുന്ന സൗഖ്യത്തിൻ്റെ ശക്തിയുമായി യേശു തൻ്റെ കൈ നീട്ടി കുഷ്ഠരോഗിയെ തൊട്ടേച്ച് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. ഇന്ന് പകൽ പാപരോഗവുമായി, പാപത്തിൻ്റെ കുഷ്ഠവുമായി യേശുവിൻ്റെ അരികെ വരുന്നവരെ കൈ നീട്ടി തൊടുന്ന യേശു ഇന്ന് പകൽ രോഗത്തിൻ്റെ കുഷ്ഠവുമായി അല്ലെങ്കിൽ രോഗത്തിൻ്റെ ശക്തികളുമായി എന്നെ തൊടണമേ കർത്താവേ, എന്നെ സൗഖ്യമാക്കണമേ കർത്താവേ എന്ന് പറഞ്ഞ് അടുത്തു വരുന്ന ദൈവപൈതലിനെ തൃക്കരം നീട്ടി തൊടുന്ന യേശുവിൻ്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നതിനാൽ, ഇന്നൊരു ദൈവശക്തി ഇതിനകത്തേക്ക് ഇറങ്ങുന്നതിനാൽ ചിലതിനെ ആ ശക്തി തൊടട്ടെ, ചിലരെ സൗഖ്യമാക്കി ഇന്ന് പകൽ എൻ്റെ കർത്താവ് അയക്കട്ടെ. അതെ, രണ്ട് ശക്തികൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് നടക്കാൻ പോകുന്നത്. ഒന്ന്, ഉളവായി വരട്ടെ എന്ന വാക്കിനാൽ പ്രപഞ്ചത്തെ വിളിച്ചു വരുത്തിയ യുഗങ്ങളുടെ ദൈവമായ പ്രപഞ്ചത്തിന്റെ പിതാവായ യേശുവിൻ്റെ ശക്തി. രണ്ട്, കിട്ടുന്ന ആരെയും അപഹരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന രോഗത്തിൻ്റെ ശക്തി. വ്യത്യസ്ത രോഗങ്ങളെ ഇന്ന് പകൽ കർത്താവ് തൊടട്ടെ. യേശു രോഗശാന്തിയുടെ ഉടമസ്ഥനാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യവും വായിക്കുന്നില്ല, വായിച്ചാൽ യേശു തൊട്ട് സൗഖ്യമാക്കിയ മറ്റൊരു സംഭവം കാണാം. യേശു സാത്താനാലുള്ള പരീക്ഷ തികച്ച ശേഷം താഴേക്ക് ഇറങ്ങി വരികയും ദേവാലയത്തിൽ തൻ്റെ ദൗത്യം എന്തെന്ന് കാണിക്കുന്ന ഭാഗം വായിച്ച് തൻ്റെ ശുശ്രൂഷയെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത ശേഷം കുറേ രോഗികളെയൊക്കെ സൗഖ്യമാക്കിയ ശേഷം യേശു പത്രോസിൻ്റെ വീട്ടിലേക്ക് ചെന്നു. പത്രോസിൻ്റെ അമ്മാവിയമ്മ ലൂക്കോസ് 4-ൽ പറയുന്നത് പോലെ കഠിന രോഗം പിടിച്ച് കിടപ്പായിരുന്നു. ലൂക്കോസ് 4-ന്റെ 28-38 ആ വാക്യമുള്ളൂ. കഠിന രോഗം പിടിച്ച് കിടപ്പായിരുന്നു. ഞാൻ കേവലം രോഗത്തെ തന്നെയല്ല, കഠിന രോഗത്തെ തൊടാൻ ആഗ്രഹിക്കുക. കുഷ്ഠം ഒരു കഠിന രോഗമാണ്, അതിനപ്പുറത്തൊന്നിലേക്ക് കയറാൻ പോകുകയാണ്. ബ്രദർ റോൺ ചാൾസ് ഇവിടെ വന്നപ്പോൾ, ഡോക്ടർ റോൺ ചാൾസ് ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ചരിത്രത്തെ ആസ്വദിച്ച് ഈ ഭാഗം എടുത്തത് അന്ന് കേട്ട ചിലർക്കെങ്കിലും ഓർമ്മ കാണും. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ആ ദിവസങ്ങളിൽ ആ ദേശത്ത് ഒരു മാരക രോഗം വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ഒരു വേവ് അടിക്കുന്നത് പോലെ രാജ്യങ്ങളെ കാർന്നു തിന്നുന്ന, ദേശങ്ങളെ കാർന്നു തിന്നുന്ന ഒരു രോഗം
അടിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേവലം രോഗമല്ല, കഠിന രോഗമെന്ന് ചിത്രീകരിച്ചത് അതുകൊണ്ടാണ്. ഒരു ഗ്രാമത്തിൽ ഇത് കയറിയാൽ ഗ്രാമം തൂത്തുവാരിയേ പോകത്തുള്ളൂ. ഒരു പട്ടണത്തിലൂടെ ഇത് വന്നാൽ ഒരു ലൈനിൽ ആളുകളെ കൊന്നുപോകുന്ന ഒരു രോഗമാണ്. യേശു തന്റെ കപ്പർന്നഹൂമിലെ ദേവാലയത്തിൽ നിന്ന് ദരിദ്രന്മാരെ സുവിശേഷം അറിയിക്കേണ്ടതിന് യഹോവയുടെ ആത്മാവിൻ്റെ മേലുള്ളതിനാൽ ബദ്ധന്മാർക്ക് വിടുതൽ തരുമെന്ന് വിളിച്ചു പറഞ്ഞ ശേഷം താഴോട്ടിറങ്ങി വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, തന്റെ അമ്മച്ചി കിടപ്പാണ്. യേശു അരികെ ചെന്നു അവളുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. റോൺ ചാൾസ് പറഞ്ഞത്, ഏത് ലൈൻ വരെ രോഗം വന്നിരുന്നുവോ അവിടെ നിന്നു ഒരൊറ്റ ഇഞ്ച് മുന്നോട്ട് മാറിയില്ല. ഇന്ന് പകൽ ചില വീടുകളെ കൂടെ ആക്രമിക്കുന്ന രോഗങ്ങൾ, മാസത്തിൽ ഒരു പ്രാവശ്യം, 3 മാസത്തിൽ ഒരു പ്രാവശ്യം എനിക്ക് അറ്റാക്ക് ഉണ്ടാകുന്നുവെന്ന് പറയുന്നവർ ഇന്ന് പകൽ ഹീലിംഗ് സൺഡേയാ ദൈവകരങ്ങളിൽ കേൾപ്പിച്ചു. ചില ബാധകൾ മാറുവാൻ, ചില കഠിന രോഗങ്ങൾ മാറുവാൻ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ദൈവിക സ്പർശനത്തിനായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഹേ കുഷ്ഠമേ, നിന്റെ ശക്തി ഇങ്ങോട്ട് കയറുകയില്ല, പകരം സൗഖ്യത്തിന്റെ ശക്തി അങ്ങോട്ട് കയറാൻ പോകുകയാ. മാരക രോഗമേ, പകർച്ചവ്യാധിയെ, ആ ലൈനിൽ നിന്ന് അനങ്ങരുതെന്ന് പറയുവാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു ദൈവശക്തിയുടെ വ്യാപാരം ഇതിനകത്തൂടെ വ്യാപരിക്കട്ടെ. റേഡിയോയിൽ കൂടെ കേൾക്കുന്നവർ, ടെലിവിഷനിലൂടെ ദർശിക്കുന്നവർ, മീഡിയകളിലൂടെ കയറുന്നവർ, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളെ അലട്ടുന്ന, വീടുകളെ അലട്ടുന്ന, അല്ല വ്യക്തിപരമായി കറുത്തവാവ് പോലും രോഗം പോലും, വെളുത്തവാവ് പോലും രോഗം പോലും പറ. ചെയ്യട്ടെ. മർക്കോസിന്റെ സുവിശേഷം 10:52 നമുക്കൊന്ന് വായിക്കാം. മർക്കോസ് 10:52. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. വായിക്കൊന്ന് മാറണം. പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇതും കുരുടനായ ഒരു മനുഷ്യനോട് യേശു പറയുന്ന ഒരു പദമാണ്. ഞാനതിൻ്റെ ഒത്തിരി വലിയ വിശദീകരണത്തിലേക്ക് വരുന്നില്ല. ഒരു കുരുടനോട് യേശു പറയുന്നൊരു പദമാണ്. ഇയാൾ യെരിഹോവിൻ്റെ അരികിൽ, യെരിഹോവിലേക്കുള്ള വഴിയറമ്പിൽ ഇരുന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാടിടത്ത് ഞാൻ തൊടാറുണ്ട്. ലൂക്കോസ് 19-ാം അധ്യായത്തിൽ 18-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വിശദമായ ഒരു വിശദീകരണം നമുക്ക് കിട്ടും. ഈ മനുഷ്യൻ വഴിയറമ്പിലിരുന്ന് ഭിക്ഷ യാചിക്കുകയായിരുന്നു. കുരുടനായതുകൊണ്ട് ആരെയും കാണത്തില്ല. പക്ഷേ അതുവഴി പോയ ആളുകളുടെ ഒരു ശബ്ദം അവൻ കേട്ടു. യേശു ഏതുവഴിയെങ്കിലും പോയെങ്കിൽ അവിടെ ഒരു ആൾക്കൂട്ടം വരുന്നത് പതിവാണ്. ഒരു ശബ്ദം അവൻ കേട്ടു. ആ ശബ്ദത്തിന് മറ്റെങ്ങുമില്ലാത്തൊരു പ്രത്യേകത. ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു വ്യക്തി കുരുടനായി പോയാൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയെ കോമ്പൻസേറ്റ് ചെയ്യുന്ന കേൾവി ശക്തി ആ മനുഷ്യനുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഒരു കഴിവ് നഷ്ടമായെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന വേറൊരു കഴിവ് ആ മനുഷ്യനുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ചെവി ഷാർപ്പാണ്. ഒരു ശബ്ദം കേട്ടാൽ അതിൻ്റെ കാരണം എന്നാണെന്ന് അസസ് ചെയ്യാൻ കഴിയും. ഇയാൾ വഴിയറമ്പിൽ ഇരുന്നത് കൊണ്ട് സാധാരണ പ്രൊസഷനുകൾ പോകുന്നത്, ആൾക്കൂട്ടങ്ങൾ പോകുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ യേശുവിനോട് ചേർന്നൊരാൾക്കൂട്ടമുണ്ട്. ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് കേട്ട ശബ്ദം ഇതര ശബ്ദങ്ങളെക്കാൾ വ്യത്യാസമായിരുന്നു. തനിക്കൊരു പക്ഷേ പൊളിറ്റിക്കൽ ജാഥകൾ അറിയാമായിരിക്കാം, മതപരമായ ജാഥകൾ അറിയാമായിരിക്കാം. അതിലൊന്നിലും ഉയരുന്ന ശബ്ദമല്ല, ഇവിടെ വേറെ ഏതാണ്ട് ഒന്നാണ് ഉയരുന്നത്. ഒരുപക്ഷെ ഹല്ലേലൂയ എന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഹോശാന എന്നോ ആയിരിക്കാം. ഈ ശബ്ദം കേട്ടിട്ട് പരിചയമില്ലാത്ത ഒരു ഗ്രൂപ്പ് ഇതുവഴി പോകുന്നത് കൊണ്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, ഇതെന്താണ്? ആ വഴിയറമ്പിൽ ഇരുന്നു കൊണ്ടിരുന്ന ഭിക്ഷക്കാരൻ, കുരുടനായ മനുഷ്യൻ, ഈ ശബ്ദം കേട്ടുകൊണ്ട് എന്താ ഈ പോകുന്നത്? ഇതിനു മുമ്പ് പരിചയമില്ലാത്ത ഒന്നാണല്ലോ എന്ന് പറഞ്ഞേക്കാം. ഇതിനകത്തിരിക്കുന്ന പലരും ഇതുവരെ പരിചയിക്കാത്ത ഒന്നിലായിരിക്കാം ഇന്നിരിക്കുന്നത് ചിലർ ശ്രദ്ധിക്കുന്നത്. ആരോ അവനോട് പറഞ്ഞു, ഇത് നസ്രയനാകുന്ന യേശുവാ. യേശു എവിടെ പോയാലും ഒരു കൂട്ടം ആളുണ്ട്, ഇത് നസ്രയനാകുന്ന യേശുവാ. ഈ നസ്രയനാകുന്ന യേശുവാന്ന് കേൾക്കുകയും ഈ മനുഷ്യൻ ഉറക്കെ വിളിക്കാൻ തുടങ്ങി, യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ ചെയ്യണമേ.
ഞാൻ ആ ഭാഗം അങ്ങുമിഞ്ഞും തൊട്ടിട്ടുണ്ട്. നമുക്ക് ഈ മനുഷ്യനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം. ഇവൻ ഭിക്ഷാടകനായി, കണ്ണു കാണാൻ വയ്യാത്തവനായി, വഴിയറമ്പിലിരുന്ന് പൊതുജനവുമായുള്ള സമ്പർക്കം അവൻ്റെ നാവ് കൊണ്ടും ചെവി കൊണ്ടും മാത്രമേ ഉള്ളൂ. കണ്ണവൻ ഉപയോഗിക്കാൻ ഒക്കാതിരിക്കുകയാണ്. ഇവൻ യേശുവിനെ എങ്ങനെ തിരിച്ചറിഞ്ഞു? ഞാൻ അന്നത്തെ മഹാപുരോഹിതനെ വിളിച്ച് ചോദിക്കട്ടെ, ഹേ മഹാപുരോഹിത, അങ്ങയുടെ അഭിപ്രായത്തിൽ യേശു ആരാ? ഈ കുരുടനോട് പറഞ്ഞതുപോലെ അത് യേശുവാണെന്ന് പറഞ്ഞാൽ അങ്ങയുടെ പ്രതികരണം എന്തായിരിക്കും? എൻ്റെ അഭിപ്രായത്തിൽ മഹാപുരോഹിതന് പറയാനുള്ളത്, യേശുവോ അവൻ വേശ്യാപുത്രനാ. പുരോഹിതന്മാരുടെ പ്രതികരണം എന്തായിരിക്കും? അവർ പറയും ഇവൻ മറിയയുടെ മോനാ. ന്യായശാസ്ത്രികളുടെ പ്രതികരണം എന്തായിരിക്കും? ഇവൻ ന്യായപ്രമാണം ലംഘിയ. ഭക്തശിരോമണികളായ പരീശന്മാരുടെ പ്രതികരണം എന്തായിരിക്കും? ഇവൻ അഭക്തനാ. ഇതെല്ലാം ഇരിക്കെയാണ് ഈ കുരുടന്റെ പ്രതികരണം ശ്രദ്ധിക്കേണ്ടത്. അവൻ യേശുവാണെന്ന് കേൾക്കുകയും ഒരൊറ്റ വിളി വിളിച്ചു, യേശുവേ ദാവീദ് പുത്ര. എടാ, മറിയയുടെ മോനാണെന്നും വേശ്യാപുത്രനാണെന്നും വലിയവർ പറയുമ്പോൾ ഇത് ദാവീദ് പുത്രനാണെന്ന് പറയുവാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? അവൻ പറഞ്ഞു, എൻ്റെ അകത്തെ കണ്ണ് കുരുട, പുറത്തെ കണ്ണ് കുരുടായാലും അകം കണ്ണ് തുറന്നിരിക്കുക, എനിക്ക് വിശ്വസിക്കുവാൻ കഴിയും. അവനവന് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം മാത്രമേ ദൈവത്തെ വിശ്വസിക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് പകൽ രോഗശാന്തി പ്രതീക്ഷിക്കുന്ന ഞാനും രോഗശാന്തി പ്രതീക്ഷിക്കുന്ന ദൈവസഭയും രോഗികളായി പ്രതീക്ഷയോടെ ഇരിക്കുന്നവരും ഒരുപോലെ അറിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എൻ്റെ അകത്തെ കണ്ണ് ഇന്ന് പകൽ യേശുവിനെ എങ്ങനെ കാണും? ഇവൻ കണ്ടത് ദാവീദ് പുത്രനാണ്, കരുണ തോന്നുന്നവനാണ്. അവൻ വിളിക്കാൻ തുടങ്ങി, യേശുവേ ദാവീദ് പുത്ര, എന്നോട് ക്ഷമിക്കണമേ. ആരെങ്കിലും ദൈവത്തെ വിളിച്ച നാട്ടുകാർ ചുമ്മാതിരിക്കുമെന്ന് കണ്ട അവർ പറഞ്ഞ് മിണ്ടരുതടാ, മിണ്ടരുത്. വലിയവരൊക്കെ മറ്റേതല്ലേ പറഞ്ഞ്, അവർ പറഞ്ഞത് അവിടെ കിടക്കട്ടെ. ഇവൻ അധികം വിളിക്കാൻ തുടങ്ങി, യേശുവേ ദാവീദ് പുത്ര, കരുണ തോന്നണമേ. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാ. ഇന്ന് പകൽ രോഗികൾ ശ്രദ്ധിച്ചാലും പ്രപഞ്ചത്തിൻ്റെ ജനീതാവ്, പ്രപഞ്ചത്തിൻ്റെ ഉടയവൻ, ഒരു വാക്കുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നവൻ, വഴിയറമ്പിലിരുന്ന് നിലവിളിക്കുന്ന ഒരു കുരുടന്റെ മുമ്പിൽ ചവിട്ടി നിർത്തി യേശു നിന്നു. ഇന്ന് പകൽ ആത്മാർത്ഥമായി വിളിക്കുന്ന ചിലരുടെ വിളിയുടെ മുമ്പിൽ യേശു നിൽക്കയാ. ഹല്ലേലൂയ. യേശുവേ അത് ചെയ്യണമേ, ഇന്നത് ചെയ്യണമേ, എന്നെ സൗഖ്യമാക്കണമേ, എനിക്കൊരു വിടുതൽ വേണമേ. കേവലം രോഗസൗഖ്യം തന്നെയല്ല, അനേക വിടുതലുകൾ തൻ ദേവാലയത്തിൽ വിളിച്ചു പറഞ്ഞത് അതാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തതിനാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഒന്ന്, ഞാൻ ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കും. ഇന്ന് പകൽ ബന്ധിക്കപ്പെട്ടവരെ, പിശാചിന്റെ കണിയിൽ അകപ്പെട്ടവരെ ഞാൻ ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാൻ യഹോവയുടെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ, ഹല്ലേലൂയ, കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ യഹോവയുടെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇന്ന് പകൽ ബന്ധനമഴിക്കുന്ന, കാരാഗ്രഹം തുറക്കുന്ന, കുരുട്ട് കണ്ണുകൾ തുറക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം ക്രിസ്തുവിലുണ്ട്. മഹാപുരോഹിതൻ ഒരു വിടുതലും കിട്ടിയില്ല, അയാൾ പറഞ്ഞു വേശ്യാപുത്രനാണ്. ഒരു പുരോഹിതനും ഒരു വിടുതലും കിട്ടിയില്ല, അവർ പറഞ്ഞു മറിയയുടെ മോനാണെന്ന്. വഴിയറമ്പിലിരുന്ന ഈ കുരുടനോട് ചോദിക്കാം, തിരിച്ചറിഞ്ഞെങ്കിൽ താങ്കൾ പ്രാപിച്ചിരിക്കും. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ പിടിച്ചു നിർത്തിയ അപേക്ഷയുടെ വിളി. നമുക്ക് സഭ പലർക്കു വേണ്ടി മധ്യസ്ഥത ചെയ്യുകയാണ്. പ്രപഞ്ചത്തിന്റെ യജമാനനെ പിടിച്ചു നിർത്തുന്ന വിശ്വാസമുള്ള വിളി ഇന്ന് പകൽ ഉയരട്ടെ. ആവശ്യബോധത്തിന്റെ വിധി ഇന്ന് പകൽ ഉയരട്ടെ. കർത്താവേ, ദേശത്തിന്റെ കാവൽക്കാരായി ബേഥേലിനെ ദൈവം ഇവിടെ നിർത്തിയെങ്കിൽ ഇന്ന് പകൽ ദേശത്ത് ഒരു രോഗസൗഖ്യം നടക്കുവാൻ, ഒരു വിടുതൽ നടക്കുവാൻ അങ്ങ് എഴുന്നേറ്റേ പറ്റൂ. യേശു നിന്നു. കൂടെ നടക്കുന്നവരോട് പറഞ്ഞ് അവനെ ഇനി വിളിച്ചു. യേശു പുറകോട്ട് വരുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ ഒരു ചരിത്രമില്ല. യേശു നിന്നേച്ചു പറഞ്ഞു അവനെ കൂടി ഇങ്ങോട്ട് വിളിച്ചോളാൻ. ചിലർ പറയാറുണ്ട് എൻ്റെ സാഹചര്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടേ യേശുവിന് വേണേ ഇങ്ങോട്ട് വന്ന് വിളിക്കട്ടെന്ന്. ചുമ്മാ മോനെ വരത്തില്ല. തനിക്ക് തൻ്റേതായൊരു സ്വഭാവമുണ്ട്. താൻ വിളിക്കുന്നിടത്തോട്ട് ചെന്നേ പറ്റൂ.
എനിക്ക് പോകാവുന്ന അകലം വരെ യേശു നടന്നുള്ളൂ. അവിടെ നിന്നേച്ചു പറഞ്ഞു, വാ, നിങ്ങൾക്ക് കയറാൻ വയ്യാത്ത അകലം വരെ പോകത്തില്ല. എൻ്റെ കഴിവറിയാവുന്നവൻ, എൻ്റെ പരിമിതികൾ അറിയാവുന്നവൻ എനിക്ക് ചെല്ലാവുന്ന അകലം വരെ നടന്നു. നിന്നേച്ചു പറഞ്ഞു, അവനെ ഇഞ്ഞ് വിളിച്ചു. ഇന്ന് പകൽ യേശുവിനോട് കൂടെ നടന്ന ആരോ വന്ന് ഈ കുരുടനോട് പറഞ്ഞു, ഈ ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു. ഇതാ ഞാൻ ഈ പകൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എഴുന്നേൽക്ക, ധൈര്യപ്പെടുക, നിന്നെ വിളിക്കുന്നു. ഈ സദ്വർത്തമാനം പറയുവാൻ ബേഥേലിന് കഴിയും, തരുവാൻ യജമാനന് മാത്രം കഴിയും. ഈ സദ്വർത്തമാനം ഞങ്ങളുടേതല്ല, യജമാനന്റെ വകയാ. അത് കൈമാറുവാൻ ഇന്ന് പകൽ ഞങ്ങൾക്ക് കഴിയും. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു. അവൻ പുതപ്പ് കളഞ്ഞു, കുതിച്ചെഴുന്നേറ്റു. വിശദീകരിക്കാൻ ഒക്കത്തില്ല. നിരങ്ങി വരുന്നവൻ ഇരുന്ന് നിരങ്ങുകയേ ഉള്ളൂ. കുതിച്ചെഴുന്നേറ്റ് ഓടുന്നവനെ പ്രാപിക്കാറുള്ളൂ. മറക്കരുത്, നിരങ്ങി നടക്കുന്നവൻ നിരങ്ങുകയേ ഉള്ളൂ. ഞാൻ ഇന്നലെ 10 ബീഡി വലിച്ചെന്ന് 8 ഇന്നലെ ഞാൻ ഇടയ്ക്കൊക്കെ സഹായത്തിന് പോകായിരുന്നു. ഇപ്പം ഇച്ചിരൂടെയൊക്കെ പോകും. പണ്ട് ഞാൻ രക്ഷിക്കപ്പെടാൻ കൈ ഉയർത്തിയതാണ്. ഇപ്പം ഇച്ചിരൂടെ. മോനെ, നീ നിരങ്ങുകയേ ഉള്ളൂ. യേശു മടങ്ങി വരുമ്പോഴും നിരങ്ങും, നരകം വരെ നിരങ്ങും. നിരങ്ങുന്നവനെ യേശു തൊടാറില്ല. ഇവൻ വിളി കേട്ടു, പുതപ്പ് കളഞ്ഞു. അതിന് ഭയങ്കര അർത്ഥമാ, കുതിച്ചെഴുന്നേറ്റു. ഈ പുതപ്പ് പുതച്ചുകൊണ്ടാണ് ഇവൻ ഭിക്ഷാടകനായിരിക്കുന്നത്. അഥവാ അവിടെ ഒത്തില്ല, പിന്നെയും ഭിക്ഷയായിരിക്കാൻ പുതപ്പിരിക്കട്ടെന്ന് കരുതി അവൻ പുതപ്പും കൊണ്ടുപോവുകയുള്ളൂ. പുതപ്പ് വിട്ട് ഇവൻ പറഞ്ഞ്, എൻ്റെ പഴയ പണി നിർത്തി. വിളിക്കേണ്ടവൻ എന്നെ വിളിച്ചതിനാൽ, എൻ്റെ ദൈവമേ, ആ പദം സത്യമാ. വിളിക്കേണ്ടവൻ എന്നെ വിളിച്ചതിനാൽ, തരേണ്ടത് തരുന്നവനാകയാൽ ഞാൻ പ്രാപിച്ചുകൊണ്ട് പോകും. അവൻ പുതപ്പ് വിട്ടു. ഓ ഗാഡ്, എനിക്ക് വായിക്കണമെന്ന് ആശയുണ്ട്, നേരമില്ലാത്തതുകൊണ്ട് പുതപ്പ് വിട്ടു, കുതിച്ചെഴുന്നേറ്റു, യേശുവിൻ്റെ അടുക്കലേക്ക് ചെന്നു. യേശു അവനോട് ഒരു വാക്ക്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? തുറന്ന് പറ മോനെ, എന്തോ ചെയ്തു തരണം? ഇന്ന് പകൽ വേണ്ടിയവരെന്ന് പറയാം, കർത്താവേ, എൻ്റെ ഷുഗർ ഒന്ന് സൗഖ്യമാക്കി തരണം, എൻ്റെ പ്രഷർ ഒന്ന് സൗഖ്യമാക്കി തരണം, എൻ്റെ തൈറോയിഡ് ഒന്ന് സൗഖ്യമാക്കി തരണം, എൻ്റെ ഹാർട്ടൊന്ന് ബലപ്പെടുത്തണം, എൻ്റെ നരമ്പുകളൊന്ന് ബലപ്പെടുത്തണം. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എൻ്റെ മകനെ ഒന്ന് സൗഖ്യമാക്കണം. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എനിക്ക് ഇന്നതൊന്ന് ചെയ്തു തരണം. ഇതാരോടാ പറയുന്നേ? അഹങ്കാരി, നാണമില്ലല്ലോടാ ഇത്രയൊക്കെ ചോദിക്കാൻ എന്ന് പറഞ്ഞ് വിടാത്തവനോടായി പറയുന്നേ. നമ്മൾ ചിലപ്പോൾ ചിലരോട് പറയുന്നുണ്ട് ടൂ മച്ച്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ കുറച്ച് പണം ചോദിച്ചു. എനിക്ക് ഇത്രയാ പറഞ്ഞു. അത് എന്നെ കൊണ്ട് നിവൃത്തിയുള്ളതല്ല, ടൂ മച്ച്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ടൂ മച്ച്. യേശു ഇന്ന് വരെ ഒരുത്തനോട് ടൂ മച്ച് എന്ന് പറഞ്ഞ ചരിത്രമില്ല. ഇറ്റ് ഈസ് നെവർ ടൂ മച്ച് ബിക്കോസ് ഹി ഈസ് റിച്ചർ ദാൻ എനിത്തിങ്. ഇത് കൂടിപ്പോയെന്ന് യേശു പറയത്തില്ല, അതിനേക്കാൾ കൂടുതൽ തൻ്റെ ഉണ്ട്. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഇറ്റ് ഈസ് നെവർ ടൂ മച്ച്. ഇത് ഒരിക്കലും കൂടിപ്പോത്തില്ല. ഇവൻ പറഞ്ഞു, എനിക്ക് സൗഖ്യമാകണം, കൂടുതൽ ദിവസം തോറും കൂടുതൽ പണം കിട്ടണമെന്നല്ല, വേലുകൊള്ളാത്ത ഒരിടത്ത് ഭിക്ഷയാചിക്കാൻ ഇരുത്തണമെന്നല്ല. എനിക്ക് വേണ്ടതൊരു ടോട്ടൽ ഡെലിവറൻസ്. ആ വാക്കിൽ ഞാൻ ഇൻസിസ്റ്റ് ചെയ്യട്ടെ, എ ടോട്ടൽ ഡെലിവറൻസ്. ഇന്ന് പകൽ ടോട്ടൽ ഡെലിവറൻസ്. ഇറ്റ്സ് നെവർ ദ ഹീലിംഗ് അലോൺ, ഇറ്റ്സ് എ ടോട്ടൽ ഡെലിവറൻസ്. യേശുവേ, എനിക്ക് സൗഖ്യമാകണം, കാഴ്ച വേണം, എ ടോട്ടൽ ഡെലിവറൻസ്. അത് യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ സംഭവിക്കട്ടെ, ഈ പകൽ സംഭവിക്കട്ടെ. എനിക്കൊരു ടോട്ടൽ ഡെലിവറൻസ് വേണം. യേശു അവനോട് പറഞ്ഞു, സൗഖ്യമായിക്കൂ. ഇവനെ തൊട്ടിട്ടില്ല, കുഷ്ഠരോഗിയെ തൊട്ടു. പത്രോസിൻ്റെ അമ്മാവിയമ്മ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇവനെ തൊടേണ്ട കാര്യമേ ഇല്ല, ഇവനൊരു വാക്ക് മതി. നമ്മൾ പലപ്പോഴും പാടാറുണ്ട്, കർത്താവേ, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ അത് മാത്രം മതി. യവനൊരു വാക്ക് മതി, അവൻ ആ വാക്കിൽ സൗഖ്യമായി. അടുത്ത പദം ഓർമ്മയുണ്ടോ? യാത്രയിൽ യേശുവിനെ അനുഗമിച്ചു. ഈ പുള്ളി പുതപ്പ് പണ്ടേ കളഞ്ഞേച്ചാ വന്നേ. തിരിച്ചിവിടെ വരുന്നിരുന്നു ഭിക്ഷയാചിക്കാം, തിരിച്ചു വരത്തില്ല. ഞാൻ എഴുന്നേക്കുന്നത് യേശുവിനെ അനുഗമിപ്പാനാ. ഇന്ന് പകൽ വിടുതൽ വേണ്ടവർ അനുഗമിപ്പാൻ ഒരു തീരുമാനം കൂടെ എടുത്തു. ഇന്ന് പകൽ അനുഗമിക്കാൻ ഒരു തീരുമാനം കൂടെ എടുത്തു. അവൻ യാത്രയിൽ യേശുവിനെ അനുഗമിച്ചു. ലൂക്കോസ് 13:13 വായിക്കുന്നില്ല, വായിച്ചു. ലൂക്കോസ് 13:13. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇത് 18 വർഷമായി കൂനി നടന്ന ഒരു സ്ത്രീയുടെ ചരിത്രം. റോൺ ചാൾസ് തൊട്ടതാണ്, ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. 18 വർഷമായി കൂനി നടന്ന ഒരു അമ്മച്ചി യേശുവിൻ്റെ കരസ്പർശം ഏറ്റു. യേശു അവളോട് പറയുകയും കൂടെ ചെയ്തു സൗഖ്യമായിക്കോളാൻ. തൊടുകയും സംസാരിക്കുകയും കൂടെ ഒരുമിച്ച്. ആരംഭത്തെങ്കിൽ തൊട്ട് സൗഖ്യമാക്കി, പിന്നത്തേതിൽ വാക്കുകൊണ്ട് സൗഖ്യമാക്കി, 3 തൊട്ട് സംസാരിച്ച് സൗഖ്യമാക്കി. യേശുവിൻ്റെ മെത്തേഡ് അങ്ങനാണോ?
യേശുവിൻ്റെ മെത്തേഡ് ഇങ്ങനെയാണോ? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമോ? മോനെ, നമ്മൾ എന്തിനാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നത്? യേശുവിൻ്റെ മെത്തേഡ് യേശു നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. യേശുവിൻ്റെ മെത്തേഡ് യേശു നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. യേശുവിന് എന്താണ് താല്പര്യം അതുപോലെ ചെയ്യട്ടെ. കൈ നീട്ടി തൊട്ടു, സൗഖ്യമാകാൻ ആവശ്യപ്പെട്ടു, സൗഖ്യം ആയി. ലൂക്കോസ് 17:12, മർക്കോസ് 8:16 ഭൂതങ്ങളെ യേശു ശാസിച്ചു. ഞാൻ ആ ഭാഗത്തോട്ട് കയറുന്നേ ഇല്ല. പല രോഗത്തിൻ്റെയും പുറകിൽ ദുർഭൂതങ്ങളുണ്ട്. യേശു അവയെ ശാസിച്ചു, അവർക്ക് വിടുതലായി, ഭൂതങ്ങൾ വിട്ടുപോയി. ലൂക്കോസ് 17:12 വായിക്കുന്നില്ല, ഒരു 10 കുഷ്ഠരോഗികൾ അകലെ നിന്ന് യേശുവിനെ വിളിച്ചു. അടുത്തെങ്ങുമല്ല, വെബ്സൈറ്റിൽ കൂടെ ആയിരുന്നു അവർ വിളിച്ച്, എനിക്കറിയത്തില്ല, അതോ ഹാർവസ്റ്റിൽ കൂടെ ആയിരുന്നു, എവിടെയായാലും അകലെ നിന്ന് വിളിക്കുന്നവരൊന്ന് പിടിച്ചു. ഇവരകലെ നിന്നൊരു വിളി വിളിച്ചു. 10 കുഷ്ഠരോഗികൾ ഒരുമിച്ച്, യേശുവേ ഞങ്ങളോട് കരുണ തോന്നണമേ. യേശു അകലെ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണീര്. എന്തുവാ അത്? കുഷ്ഠരോഗം ഒരുവന് സൗഖ്യമായാൽ അവൻ പോയി തൻ്റെ ശരീരം ഇൻസ്പെക്ട് ചെയ്യുവാൻ പുരോഹിതന്മാർക്ക് കാണിക്കണം. അകലെ നിന്നൊരു 10 പേർ ഒരുമിച്ച് വിളിച്ചു. ഇന്ന് പകൽ ഏതകലത്തിലും ശ്രദ്ധിക്കാവുന്നവൻ, ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എന്നെ ശ്രദ്ധിക്കുന്നവൻ, സ്തോത്രം, അകലെ നിന്നൊരു വിളി വിളിച്ചു, കരുണ തോന്നണമേ. അതൊന്നും രണ്ടും പേരല്ല, 10 പേർ. ഇന്ന് പകൽ 10,000ങ്ങൾ, ഐ റിപ്പീറ്റ് 10,000ങ്ങൾ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന്, ഏത് ശമരിയിൽ നിന്നുമാകട്ടെ, ഈ വിളി വിളിക്കൂ. യേശു അവരോട് ഒരുമിച്ച് ഒരു വാക്ക്, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണീര്. ഈ വാക്ക് മതി, സൗഖ്യം നടന്നു. 10 പേരും ശുദ്ധരായി. ഒരുത്തൻ പോകയിൽ സൗഖ്യം നടക്കുന്നത് മനസ്സിലാക്കി. തുടക്കത്തിൽ എല്ലാവരും പുരോഹിതന്മാരുടെ അടുക്കപ്പോൾ ഒരുത്തൻ പോലും സുഖമായില്ല. യാത്രയിൽ പുരോഹിതന്മാരുടെ അടുക്കലേക്ക് പോകുമ്പോൾ ഒരുത്തൻ ഇവിടെ കിട്ടി, സൗഖ്യമായി. 10നും സുഖമായി. പിന്നെ തെളിയിക്കുന്നുണ്ട്, ഒരുത്തൻ യേശുവിൻ്റെ അടുക്കൽ ഓടി വന്നു. സൗഖ്യവുമായി പൊക്കളയല്ലേ, നന്ദി പറയാൻ യേശുവിൻ്റെ അടുക്കൽ വേണം. ലോകവ്യാപകമായി ശ്രദ്ധിക്കുന്നവരെ, ടുഡേ ഈസ് എ ഹീലിംഗ് സൺഡേ. ഇന്ന് ഹീലിംഗ് സൺഡേയാ. നിങ്ങൾ ചിലർക്ക് ശനിയാഴ്ച രാത്രി ആയേക്കാം, ചിലർക്ക് ഞായറാഴ്ച രാത്രി ആയേക്കാം. ഞാൻ ഇവിടുത്തെ സമയം വെച്ച് പറയട്ടെ, ദിസ് ഈസ് എ ഹീലിംഗ് സൺഡേ മോർണിംഗ്. ഇന്നിവിടെ ഒരു ഹീലിംഗ് സൺഡേ മോർണിംഗാ. നിങ്ങൾക്ക് ഹീലിംഗ് സാറ്റർഡേ ഈവനിങ് ആകാം, നിങ്ങൾക്ക് ഹീലിംഗ് സൺഡേ ഏർലി മോർണിംഗ് ആകാം, മേ ബി സൺഡേ ഈവനിങ്. യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ ഒരു ദൈവിക രോഗസൗഖ്യം ഈ സമയത്ത് വ്യാപരിപ്പാൻ, യേശുവിൻ്റെ വാക്കുകളിൽ വ്യാപരിക്കുന്ന ശക്തി അതിപ്പകൽ വ്യാപരിക്കട്ടെ. പോകുന്ന പോക്കിൽ എല്ലാവരും തിരിച്ചറിഞ്ഞു, ഒരുത്തൻ മഹത്വം കൊടുക്കുവാൻ വന്നു. യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, 10 പേർ സൗഖ്യമായില്ലേ? തൻ്റെ വാക്കുകളിൽ ഒന്നും പിഴച്ചില്ലെന്നറിയാം. 10 പേർ സൗഖ്യമായില്ലേ? 10 പേർ സൗഖ്യമായില്ലയോ? ദിസ് ഈസ് ഗ്രൂപ്പ് ഡെലിവറൻസ്, മാസ് ഡെലിവറൻസ്, ഫോർ ദിസ് ഈസ് എ ഹീലിംഗ് സൺഡേ. 10 പേർ സൗഖ്യമായില്ലേ? 9 പേര് എവിടെ? യോഹന്നാന്റെ സുവിശേഷം 4:50 ഒരു രാജഭൃത്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. നമ്മളിപ്പോൾ എന്തെല്ലാം തൊട്ടു? യേശു തൊട്ട് സൗഖ്യമാക്കി, കൈക്ക് പിടിച്ച് എഴുന്നേപ്പിച്ച് സൗഖ്യമാക്കി, വാക്കുകൊണ്ട് സൗഖ്യമാക്കി, 10 പേരോട് ഒരുമിച്ച് ദൂരെ നിന്നവരോട് സംസാരിച്ച് സൗഖ്യമാക്കി, തൊടുകയും സംസാരിക്കുകയും കൂടെ ചെയ്ത് സൗഖ്യമാക്കി. ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ഒരു രാജഭൃത്യൻ ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ വന്നിച്ച് പറഞ്ഞു, യേശുവേ, എൻ്റെ മകൻ മാരക രോഗം പിടിച്ച് കിടക്കുക, അങ്ങ് വന്ന് സൗഖ്യമാക്കണം. എൻ്റെ മകൻ മാരക രോഗം പിടിച്ച് കിടക്കുക, മോൻ വന്നിട്ടില്ല, അവൻ അങ്ങ് വളരെ അകലെ എങ്ങണ്ട, ഇവിടുന്ന് ശബ്ദം അവിടം വരെ എത്തത്തില്ല, ഞാൻ പ്രതിനിധിയായി വന്നിരിക്കുക. ഇന്ന് പകൽ പ്രതിനിധികളെ കണ്ടാൽ സൗഖ്യം കൊടുക്കുന്ന യേശു, എൻ്റെ വീട്ടിലിരിക്കുന്ന ഇന്നാര്, ഇന്ന രാജ്യത്ത് പാർക്കുന്ന എൻ്റെ ഇന്നാര്, ഇന്ന സാഹചര്യത്തിലകപ്പെട്ട എൻ്റെ ഇന്നാര്, യേശുവേ വിടുവിക്കണമേ എന്ന് പറഞ്ഞ് ഇന്ന് പകൽ തൃക്കാക്കൽ വന്നാൽ യേശുവിൻ്റെ വാചകം അറിയാമോ? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. ദൂരെ ഇരിക്കുന്നവനെ എൻ്റെ മീഡിയേഷനാൽ, എൻ്റെ പ്രാർത്ഥനയാൽ ഇന്ന് പകൽ വിടുവിപ്പാൻ കഴിയുന്നവൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ആ വിശ്വാസം യേശു മാനിച്ചേച്ചു പറഞ്ഞു, പോ, നിന്റെ മകന് സൗഖ്യമായി, നിന്റെ മകൻ ജീവിച്ചിരിക്കും. മാരകമായ രോഗമായിരുന്നേ കൊണ്ടാ ജീവിച്ചിരിക്കുമെന്ന് പദം വേണ്ടി വന്നത്. നിന്റെ മകൻ ജീവിച്ചിരിക്കും. ഈ രാജഭൃത്യനത് കേട്ടു വിശ്വസിച്ച് മടങ്ങിപ്പോയി. ഇന്ന് പകൽ വിശ്വസിച്ച് പോകുന്ന ചിലത് രോഗസൗഖ്യത്തിൻ്റെ വാർത്ത കേൾക്കും.
ഇത് ബൈബിളിൽ എഴുതിയതാകയാൽ ഖണ്ഡിക്കാൻ എനിക്ക് ഒക്കത്തില്ല. ഒരു പ്രപഞ്ച ശക്തിക്ക് ഇത് ചോദ്യം ചെയ്യാൻ ഒക്കത്തില്ല. യേശു ഇന്നലെയും ഇന്നും എന്നും അനന്യനാകയാൽ ഇന്നും ചെയ്തുകൊണ്ടിരിക്കയാ. ആ രാജഭൃത്യൻ മടങ്ങിപ്പോകവേ ആരോ വന്നവനോട് പറഞ്ഞു, മകൻ സൗഖ്യമായി. ചോദിച്ചു, എപ്പോഴാ സൗഖ്യമായത് ചോദിച്ചു വന്നപ്പോൾ കൃത്യം യേശു പറഞ്ഞപ്പോൾ IST 9 മണി 8 മിനിറ്റ് അല്ലേ, 9:06 എൻ്റെ വാച്ചിൽ, അതിൽ 8 IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നോട്ട് ചെയ്തു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഞായറാഴ്ച രാവിലെ 9 മണി 5 മിനിറ്റിനും 10 മിനിറ്റിനും ഇടയിൽ ഇന്ന് പകൽ യേശുവിൻ്റെ സൗഖ്യമാക്കുന്ന ശക്തി ചിലരിലേക്ക് റിലീസ് ചെയ്തിരിക്കുന്നു. ചിലരിലേക്ക് റിലീസ് ചെയ്തിരിക്കുന്നു. ഇന്ന് പകൽ കർത്താവ് ചിലത് ചെയ്യുകയാ. സമയം ചോദിച്ചോണം. ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതിന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക. ഒരു ദൈവിക വിടുതൽ വീണ്ടും ഞങ്ങൾ ചോദിക്കുക. എന്തുകൊണ്ടാണ് ഇത്ര ഗൗരവമായും ശക്തിയായും ഒക്കെ ഞങ്ങളിത് പറയുന്നത്? ഇതിന് വില മുടക്കിയവൻ യേശുവായിട്ടാ. യെശയ്യാവിന്റെ പുസ്തകം 53:3 ദയവായി വായിക്കാമോ? യെശയ്യാവ് 53:3. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഈ ഒരു പാസേജിൽ യേശുവിന്റെ കാൽവരിയുടെ പ്രധാന സാധ്യതകൾ: 1, പാപമോചനം. യേശുവിന്റെ കാൽവരിയുടെ 1-ാം സാധ്യത രോഗശാന്തി അല്ല. 1-ാം പ്രതിശാന്തി പാപത്തിനാ, തുടർന്ന് രോഗശാന്തി. അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വരുവാൻ. യേശുവിൻ്റെ മേലെ അടിയേറ്റത് എന്നെ സൗഖ്യപ്പെടുത്തേണ്ടതിനാ. റോൺ ചാൾസ് ഇവിടെ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ പറഞ്ഞൊരു പദം, ഞാൻ മെഡിക്കൽ ലൈനിലുള്ള ആളല്ല, അദ്ദേഹവുമല്ല, പക്ഷേ അദ്ദേഹം ഇവിടെ പറഞ്ഞൊരു വാചകം ഞാൻ ആവർത്തിക്കാൻ പോകുകയാണ്. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അന്തരവയവങ്ങളിൽ നിന്ന്, അത് കിഡ്നി പോലും ലങ്സ് പോലും ഹാർട്ട് പോലും എന്തുപോലും, ആന്തര അവയവങ്ങളിൽ നിന്ന് നരമ്പുകൾ നമ്മുടെ കാലിൻ്റെ വെള്ളയിൽ വരാറുണ്ട്. അതുകൊണ്ടാണ് മണലുള്ളിടത്തൂടെ ചെരുപ്പിടാതെ നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. കാര്യം എല്ലാ നരമ്പുകളുടെയും അറ്റം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. ഇത് കാലിൻ്റെ വെള്ളയിൽ നരമ്പുകൾ എത്തുന്നത് കൊണ്ടാണ് എല്ലാ നരമ്പുകളും കാലിൻ്റെ വെള്ളയിലെത്തും. പക്ഷേ കാലിൻ്റെ വെള്ളയാണ് നമ്മൾ നടക്കുമ്പോൾ ആദ്യം മുറിവേക്കാൻ സാധ്യതയുള്ള സ്ഥലം. വല്ല കല്ലും കൊണ്ടെന്ന് വരാം, വല്ല കണ്ണാടി ചില്ലും കൊണ്ടെന്ന് വരാം. മുറിവേറ്റാൽ ഈ പ്രധാന നരമ്പുകൾക്ക് കേടുവരത്തില്ലേ? അദ്ദേഹം പറഞ്ഞത്, കാലിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുമ്പോൾ കാലിൻ്റെ വെള്ളയ്ക്ക് ഒരു ചെറിയ ക്ഷതമേറ്റാൽ, വെട്ടിമുറിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ഒരു ചെറിയ ക്ഷതമേറ്റാൽ ആ നരമ്പുകൾ ആ ക്ഷതമുള്ളിടത്തുനിന്ന് തന്നെ മാറുകയും മറ്റ് നരമ്പുകൾ അതിനെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാന ക്രമമാണ് കാൽവെള്ളയ്ക്കുള്ളത്. കാൽവെള്ളയ്ക്കൊരാഘാതമേറ്റാൽ അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും റേഡിയേറ്റ് ചെയ്യും. റോമൻ ഗവൺമെൻറ് ക്രൂശിച്ച് കൊല്ലുമ്പോൾ ഏറ്റവും വേദനിപ്പിച്ച് കൊല്ലണമെന്നതിനാൽ കാലിൽ ആണിയടിക്കുന്നത് അവരുടെ സിസ്റ്റമായിരുന്നു. കാലിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് ആണിയടിച്ചാൽ ആ പ്രധാനപ്പെട്ട നരമ്പുകൾ ആണിപ്പാടിൽ നിന്ന് മാറും. അത് വരാതിരിക്കുവാൻ കാലിൻ്റെ പൊത്തയ്ക്കൂടെ താഴോട്ട് ആണിയടിക്കും. പ്രധാനപ്പെട്ട നരമ്പുകൾ മുറിവേൽക്കും. ആന്തരിക അവയവങ്ങളിൽ വേദന അനുഭവിക്കാത്തത് ഒന്നുമില്ല. സകല അവയവങ്ങൾക്കും വേദന തട്ടും. ശരീരത്തിന് എന്തെല്ലാം ഇൻറ്റേർണൽ ഫെക്യുലിറ്റി അവയവങ്ങളുണ്ടോ അത് മുഴുവനും വേദന അനുഭവിക്കും. എൻ്റെ കരളിൻ്റെ രോഗം മാറ്റുവാൻ കരളിൽ വരുന്ന നരമ്പിൽ ആണിയേറ്റ യേശു. എൻ്റെ കിഡ്നിയുടെ രോഗം മാറ്റുവാൻ കിഡ്നിയിൽ നിന്ന് വരുന്ന നരമ്പിൻ്റെ തുമ്പത്ത് ആണിപ്പഴുതേറ്റ യേശു. തന്നെത്താൻ തകർക്കപ്പെട്ടവൻ തൻ്റെ അടിപ്പിണരുകളാൽ
എനിക്ക് സൗഖ്യം വരേണ്ടതിന് കാൽവറിയിൽ മരിച്ചവൻ. ഇന്ന് പകൽ രോഗശാന്തിയുടെ വില മുടക്കിയത് യേശുവാ, ബേഥേലല്ല. ബേഥേൽ അതിൻ്റെ നന്മ അനുഭവിക്കുകയാ. ഇന്ന് പകൽ രോഗശാന്തിക്ക് വില മുടക്കിയ യേശുവിൻ്റെ കാൽവറിയാണ് എന്നെയും നിങ്ങളെയും രക്ഷിക്കേണ്ടത്. അതൊന്നാമത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മെ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കേണ്ടതിനും, രണ്ട് നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി നമ്മുടെ ശരീരങ്ങളുടെ ഉദ്ധാരണത്തിനുമായി യേശു കാൽവറിയിൽ യാഗമായെങ്കിൽ ആ കാൽവറി യാഗത്തിൽ വിശ്വസിക്കൂ, ഇന്ന് പകൽ ചില രോഗസൗഖ്യങ്ങൾ നടക്കും. വായിക്കുന്നില്ല 1 പത്രോസ് 2:24 ഇതേ കാര്യം വിശുദ്ധ പത്രോസ് എടുത്തു പറയുന്നുണ്ട്. വായിക്കുന്നില്ല 1 പത്രോസ് 2:24 നാം ഇതിനെന്തു വേണം? മത്തായി സുവിശേഷം 10:1 യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കുക. 10:1 വായിക്കാമോ? വിശുദ്ധ മത്തായി 10:1. അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. ഓക്കെ, ഐ ഡോണ്ട് നോ, ഇംഗ്ലീഷിലും കൂടെ തുടർന്ന് പറയുന്നത് ഈ ടൈമിൻ്റെ പരിമിതിയിൽ ഇറ്റ് ബിക്കം ഡിഫിക്കൽട്ട്. It became too difficult and restraining me because of the time that I cannot speak in English. I'm really sorry. I think our radio section should make a translation. We will see that it is being radiated in English, completely in English. Our radio broadcasting section will do it. But help me out. Today I can't. I'm sorry because of the time frame. I have to stop on time. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഇംഗ്ലീഷിൽ കൂടെ പറയാൻ ആവശ്യപ്പെട്ടെങ്കിലും നിവൃത്തിയില്ല. നമ്മുടെ റേഡിയോയിൽ കൂടെ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരട്ടെ. പിന്നത്തേതിൽ ആരെങ്കിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്യും. ദാറ്റ് വിൽ ബി ഡൺ. വി പ്രോമിസ് ദാറ്റ് വിൽ ബി ഡൺ. സോറി, ടുഡേ ഐ കാൺ. ഇന്ന് എനിക്കത് ചെയ്യാൻ ഒക്കത്തില്ല. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ ഒന്നുകൂടെ വായിച്ചേ കുഞ്ഞെ. സോറി, എനിക്കത് കിട്ടിയില്ല. അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. നിൽക്കട്ടെ, ഞാൻ അത്രേ വായിക്കുന്നുള്ളൂ. അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ അരികിൽ വിളിച്ചു. യേശു യൂദ ഉൾപ്പെടെ, അവൻ പിന്നങ്ങ് നശിക്കുന്നതിന് മുമ്പേ അവനെയും വിളിച്ചു. തൻ്റെ 12 ശിഷ്യന്മാരെ ഒരുമിച്ച് അടുക്കൽ വിളിച്ചു. അവരെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു. 1, അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം. 2, സകലവിധ രോഗവും ദീനവും വ്യാധിയും പൊറുപ്പിപ്പാൻ. ഇങ്ങനെ അയച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ സുവിശേഷം പറഞ്ഞോണം. യേശു കൈമാറ്റം ചെയ്യുന്ന അധികാരങ്ങൾ: 1, ഭൂതങ്ങളെ പുറത്താക്കാൻ, അത് ചെയ്തവർ; 2, രോഗികളെ സൗഖ്യമാക്കാൻ, അത് ചെയ്തവർ; 3, സുവിശേഷം പ്രസംഗിക്കാൻ. ഇതാണ് യേശുവിൻ്റെ സുവിശേഷം. ചിലർ ചെയ്യുന്നത് പോലെ സുവിശേഷം മറിച്ചിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ യേശുവിന് പ്രാധാന്യം കൊടുക്കാതെ രോഗശാന്തി നടക്കത്തുമില്ല. യേശുവിനെ വെളിപ്പെടുത്തുന്നത് വചനത്തിലൂടെയാണ്. രോഗശാന്തിക്കൊരു ഗൗരവമുണ്ട്, ഭൂതശാന്തിക്കൊരു ഗൗരവമുണ്ട്. എന്തുകൊണ്ട് സഭ ഇത് ചെയ്യുന്നു? ഇതിൻ്റെ ഗൗരവത്തിൽ ദൈവസഭയെ ഏൽപ്പിച്ചതിനാൽ, അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചതിനാൽ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നില്ല? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് നോക്കാം. 1-ാമത്തെ വാക്യം മാത്രം 9-ഉം 10-ഉം വരെ വായിച്ചെങ്കിലേ ഇത് മനസ്സിലാകത്തുള്ളൂ. 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 12:1. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ. മതി. ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 9 മുതൽ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരുവന് രോഗശാന്തികളുടെ വരം, വേറൊരുവന് വിവിധ ഭാഷകളുടെ വരം എന്നിങ്ങനെ വ്യത്യസ്ത വരങ്ങൾ ദൈവസഭയിൽ ദൈവം പകുത്തു കൊടുത്തു. സഭയെ ഏൽപ്പിക്കുമ്പോൾ 1-ാമത്തെ അധികാരം ഭൂതത്തെ പുറത്താക്കുക. സഭയെ ഏൽപ്പിക്കുമ്പോൾ 2-ാമത്തെ കടമ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഭയെ ഏൽപ്പിക്കുമ്പോൾ 3-ാമത്തേത് സുവിശേഷം പ്രസംഗിക്കുക. പക്ഷെ എല്ലാവർക്കും രോഗശാന്തി വരം കൊടുക്കണമെന്നില്ല. സഭയെ ഏൽപ്പിക്കുമ്പോൾ ഇത് ഒരുമിച്ച് ഏൽപ്പിച്ചെങ്കിലും എല്ലാവർക്കും രോഗശാന്തികളുടെ വരം കണ്ടെന്ന് വരത്തില്ല, എല്ലാവർക്കും ഭൂതശാന്തികളുടെ വരം കണ്ടെന്ന് വരത്തില്ല. സഭയ്ക്ക് ഇതുണ്ട് താനും. കൃപാവരം ഇല്ലാത്ത ഒരു സമൂഹത്തെ സഭയെന്ന് വിളിക്കുന്നെങ്കിൽ അബദ്ധമായി പോയി എന്ന് നാം തിരിച്ചറിഞ്ഞേ മതിയാകൂ. ഐ റിപ്പീറ്റ്, കൃപാവരം കൈകാര്യം ചെയ്യാത്ത ഒരു സമൂഹത്തെ സഭയെന്ന്, ക്രിസ്തു സഭ എന്ന് ആരെങ്കിലും വിളിക്കുന്നെങ്കിൽ അബദ്ധമായി പോയി എന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ എല്ലാവർക്കും രോഗശാന്തി വ്യക്തിപരമായി ചെയ്യാൻ കഴിയുകയില്ല. ഇന്നിതിനകത്തിരിക്കുന്ന തിരുസഭ അറിയണം, രോഗശാന്തിയുടെ കൃപാവരം കൈകാര്യം ചെയ്യുന്ന ഒരാൾ എഴുന്നേറ്റെന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസഭ അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇത് സഭയുടെ അവകാശമാകയാൽ യേശുവിൻ്റെ നാമത്തിൽ ചില രോഗസൗഖ്യങ്ങൾ നടന്നിരിക്കും. അതിനപ്പുറത്തോട്ട് ഞാൻ പോകുന്നില്ല.
വെളിപ്പാട് പുസ്തകത്തിലൂടെ ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ 22-ാമത്തെ അധ്യായത്തിലും എസെക്കിയേൽ പ്രവചനത്തിൻ്റെ 47-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലും വരുമ്പോൾ ജീവജല നദിയുടെ തീരത്ത് നിൽക്കുന്ന ചില വൃക്ഷങ്ങളെക്കുറിച്ച് കാണാം. ജീവജല നദിയുടെ തീരത്ത് നിൽക്കുന്ന ചില വൃക്ഷങ്ങൾ, ആത്മനദിയുടെ തീരത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളാണ് ക്രിസ്തീയ ശുശ്രൂഷകന്മാർ. അത് ഫലവും പുറപ്പെടുവിക്കും, ഇലയും പുറപ്പെടുവിക്കും. അതിൻ്റെ ഫലം ഈ 2 ഭാഗത്തും എഴുതിയിരിക്കുന്നതാണ്. അതിൻ്റെ ഫലം ആഹാരത്തിന് ഉപയോഗിക്കാം, അതിൻ്റെ ഇല രോഗശാന്തിക്കുതകും. നാം ആത്മനദിയുടെ തീരത്ത് നിൽക്കുന്നുവെങ്കിൽ ഫലത്തിനും ഇലയ്ക്കുമായി കർത്താവിനെ വാഴ്ത്തുന്നു. നാം ഫലം കായ്ക്കുന്നവരാണ്, ഇല ഉള്ളവരാണ്. യേശുവിൻ്റെ വചനം പറയുന്നത്, ദൈവവചനം പറയുന്നത്, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നടക്കുന്നവൻ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷമാണ്. ഇന്ന് പകൽ ദൈവസഭയുടെ ഇല വാടുന്നില്ലെങ്കിൽ ഇന്ന് പകൽ ദൈവസഭയുടെ രോഗശാന്തി തുടർന്നിരിക്കും. അതിനകത്ത് ഒരിടത്ത് പറയുമ്പോൾ അതിൻ്റെ ഇല ജാതികളുടെ രോഗസൗഖ്യത്തിന് ഉപയോഗപ്പെടും. ഒരുപക്ഷെ ദൈവത്തെ അറിയാത്തവൻ പോലും സൗഖ്യമാകത്തക്കവണ്ണം ഇന്ന് പകൽ പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ അത് പറയുന്നു, ഒരു ഭാഗത്ത് മാത്രമേ ജാതികളുടെ രോഗശാന്തി എന്ന് പറയുന്നുള്ളൂ. രോഗശാന്തിക്കും ജാതികളുടെ വരെ രോഗശാന്തിക്കും വിശ്വസിക്കുന്നവർക്ക് എത്രയധികം ദൈവസഭയ്ക്കും ഒരുപോലെ ഉള്ള ഒരു ശുശ്രൂഷയാണ് ദൈവസഭയിൽ നിന്ന്, ആ വൃക്ഷത്തിൽ നിന്ന് പുറത്തു വരുന്ന ആ ഇലകൾ. ഇതിൽ കൂടുതലൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് പകൽ ചില ദൈവിക രോഗശാന്തികൾ ഇതിനകത്ത് നടക്കാൻ പോകുകയാണ്. ഞാൻ രോഗശാന്തി എന്ന് പറയുമ്പോൾ വെറും ശരീരം സൗഖ്യമായി എന്ന് മാത്രം തെറ്റിദ്ധരിക്കരുത്. ശരീരത്തെ രോഗമുണ്ടാക്കുന്ന ശക്തികൾ അഴിഞ്ഞു മാറിയേ മതിയാകൂ. ചില ഭൂതശക്തികൾ, ചില കീഴടങ്ങാത്ത ശക്തികൾ, ചില മാന്ത്രിക പ്രയോഗങ്ങൾ, പിശാച് ഉന്നം വച്ചിരിക്കുന്ന ചിലത് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുവാൻ ഇന്ന് പകൽ ഒരു ദൈവിക വിടുതല് ഇവിടുന്ന് ഞങ്ങൾ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുക. മരണമണികളുമായി അടുത്തു വരുന്ന മുഴക്കങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ സഭയായി ഞങ്ങൾ ശാസിക്കുക. ഹല്ലേലൂയ. അധർമ്മത്തിന്റെ വിത്ത് വാരി വിതറുന്ന അശുദ്ധ വ്യാപാരങ്ങളെ ഇത് ദൈവ സാന്നിധ്യമാകയാൽ കത്തിമാറ്. നിങ്ങൾ കത്തിമാറ്. ഇന്ന് പകൽ ഒരു ദൈവശക്തിയുടെ വ്യാപാരം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ഒരു ദൈവിക കാവൽ ഇന്ന് ചിലർക്ക് ആവശ്യമാണ്. സകലവിധ ദീനവും സകലവിധ വ്യാധിയും പൊറുപ്പിക്കുവാൻ യേശു തന്റെ ശിഷ്യന്മാരെ അനുവദിച്ചെങ്കിൽ, അതേ കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ ശിഷ്യന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്കൊന്ന് അടുത്തു വരാം. തുടർന്ന് ഞാൻ കുറച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനിടയ്ക്ക് 2-3 മിനിറ്റ് കൊണ്ട് മാത്രം ഒരാശയം കൂടെ പറയാം. ഹോശയ്യയുടെ പുസ്തകം 6:1 വായിക്കാമോ? ഞാൻ നേരത്തെ ഓർത്തതല്ല. അതെടുക്കുമ്പോഴത്തേക്ക് അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്നില്ല. 5 അധ്യായത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് പത്രോസിൻ്റെ നിഴൽ തട്ടിയ രോഗികൾ സൗഖ്യമായി. യേശു തൻ്റെ ശിഷ്യന്മാരെ രോഗസൗഖ്യം നടത്തുമ്പോൾ വാക്കുകൊണ്ട് സൗഖ്യമാക്കി, തൊട്ട് സൗഖ്യമാക്കി, പിടിച്ചെഴുന്നേപ്പിച്ച് സൗഖ്യമാക്കി, തൊട്ട് സംസാരിച്ച് സൗഖ്യമാക്കി, ദൂരെയുള്ളവന് ആജ്ഞ പറഞ്ഞയച്ചു. ഇങ്ങനെ അനേക മെത്തേഡ് ഉപയോഗിച്ചു. യേശുവിൻ്റെ ശിഷ്യന്മാരെ യേശു പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ പോയി എണ്ണ പൂശി സൗഖ്യമാക്കണം. എണ്ണ ഉപയോഗിക്കുവാൻ യേശു അനുവദിച്ചു. ഞാനിപ്പോൾ എണ്ണ ഉപയോഗിക്കുമെന്നല്ല പറഞ്ഞത്, എണ്ണ ഉപയോഗിക്കുവാൻ യേശു അനുവദിച്ചു. ഐ മൂവ് ഫോർവേഡ്. ഇവിടെ വരും യാക്കോബിൻ്റെ ലേഖനത്തിൽ വരുമ്പോഴും, നിങ്ങളിൽ ഒരുവൻ രോഗിയാകുന്നുവെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ വിളിത്തരുത്തട്ടെ, അവൻ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ, കുറവുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കട്ടെ. ഒരു വിടുതലോടുകൂടെ പോകണമെങ്കിൽ ദൈവസന്നിധിയിൽ കുറവേറ്റു പറയണം. അപ്പോസ്തലനായ പത്രോസ് ഇറങ്ങി നടക്കുമ്പോൾ ഒരു കുറവും ഏറ്റുപറയാത്ത, യേശുവിനെ അറിയാത്ത അനേക രോഗികളെ വഴിയറമ്പിൽ കൊണ്ടിട്ടു. അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇവൻ്റെ നിഴലെങ്കിലും ഒന്ന് തട്ടിയാൽ എൻ്റെ രോഗി സൗഖ്യമാകും. മനസ്സിലാകുന്നുണ്ടല്ലോ? ക്രമീകരണം കർത്താവ് പറഞ്ഞതാ. എന്നാൽ ക്രമീകരണം ഇല്ലാത്തതിനെ പോലും പുതിയ നിയമസഭയിൽ വഴിയറമ്പിൽ കൊണ്ടിട്ടു. യേശു രോഗസൗഖ്യമാക്കുന്ന പലയിടങ്ങളിലും നീ എന്നെ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചൊന്നും അല്ല. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ പറഞ്ഞായിരുന്നു, ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം പറഞ്ഞു കാണും, വിശ്വസിച്ച് പ്രാപിക്കണമെന്നുള്ളതാണ് പ്രമാണം. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ദൈവം തൻ്റെ അധികാരം കാണിക്കേണ്ടതിന് വിശ്വസിക്കാതെയും ചെയ്യാറുണ്ട്. ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ എടുത്തത് ലാസറിനെ ഉയർപ്പിച്ചത് ആര് വിശ്വസിച്ചിട്ടാ? സ്വന്തം സഹോദരിമാർ വിശ്വസിച്ചില്ല, വിശ്വസിക്കാൻ ഒക്കത്തില്ല. യേശുവിൻ്റെ ശിഷ്യന്മാർ വിശ്വസിച്ചില്ല. ലാസറിൻ്റെ ശവത്തിന് അശേഷം വിശ്വസിക്കത്തില്ല. യേശുവിൻ്റെ അധികാരം വെളിപ്പെടുത്തുവാൻ ചെയ്തു.
ഗലീലക്കടലിലെ കാറ്റിനെ ശാസിച്ചത് ആരുടെ വിശ്വാസം കൊണ്ടാ? കാറ്റ് വിശ്വസിച്ചോ, കടൽ വിശ്വസിച്ചോ, ശിഷ്യന്മാർ വിശ്വസിച്ചോ തൻ്റെ അധികാരം തെളിയിപ്പാൻ? ഇന്ന് ചില എക്സെപ്ഷണൽ കേസ് ഇവിടെ അധികാരം തെളിയിക്കുവാൻ കർത്താവ് അത് ചെയ്യട്ടെ, തൻ്റെ അധികാരം തെളിയിക്കുവാൻ. എന്നാൽ ആ ഒരു ലൈൻ വിട്ടാൽ വിശ്വസിക്കുന്നത് നമ്മുടെ കടമയാണ്. A spirit of expectation is a breeding field of miracles. അത്ഭുതങ്ങളുടെ വിളനിലം എന്ന് പറയുന്നത് പ്രതീക്ഷയുള്ള ഹൃദയമാണ്. ഇന്ന് പകൽ പ്രതീക്ഷയോടെ ഇരിക്കാം. എത്ര പേരെ കർത്താവ് സൗഖ്യമാക്കുന്നത് കൃപയാൽ കാണുവാൻ എനിക്ക് സാധിച്ചു, ബേഥേലിന് സാധിച്ചു. ഇന്ന് വരെയും കഴിഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ചിലരൂടെ കാണുവാൻ കർത്താവ് ഇടയാക്കട്ടെ. പത്രോസിൻ്റെ നിഴൽ വീണ രോഗികൾ സൗഖ്യമായി. ഒരു ദിവസം പത്രോസ് യാത്ര ചെയ്യുമ്പോൾ ഐനിയോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു. ഇവന് നീണ്ട വർഷങ്ങളായി പക്ഷവാത രോഗം പിടിച്ച് കിടക്കുക. പത്രോസ് അദ്ദേഹത്തിൻ്റെ കണ്ണിലോട്ട് നോക്കിയപ്പോൾ സൗഖ്യമാകുവാനുള്ള വിശ്വാസം ഈ പക്ഷവാതക്കാരൻ്റെ അകത്തുണ്ടെന്ന് കണ്ടുകൊണ്ട് ഒരു വിളി വിളിച്ചു പറഞ്ഞ, ഐനിയാസേ എഴുന്നേരടാ, നീയായി തന്നെ കിടക്കവിരിക്ക്. 38 വർഷമായി തളർവാത രോഗം പിടിച്ച് കിടന്നിരുന്ന അപ്പച്ചൻ്റെ അടുക്കൽ ചെന്ന് നസ്രായം പറഞ്ഞല്ലോ, കിടക്കെടുത്ത് വീട്ടിൽ പോ. ആ ആശയം തന്നെ പത്രോസ് ആവർത്തിച്ചെങ്കിൽ യേശുവിന്റെ നാമത്തിൽ 2016 ഫെബ്രുവരി മാസം 28-ാം തീയതി ഹല്ലേലൂയ, യേശുവിൻ നാമത്തിൽ ചിലർ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക വിടുതൽ നടക്കാം. 5 മിനിറ്റിനകം എല്ലാവർക്കും വേണ്ടി ആദ്യം ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുക. എന്നിട്ട് 2-3 കാറ്റഗറികളെ ഞാൻ മുന്നോട്ട് വിളിക്കാൻ പോവുക. ഇവിടെ നമ്മൾ ഓപ്പണായിട്ട് രോഗശാന്തി പരസ്യമായി ചെയ്തിട്ട് നാളുകളായി എബി കൂടെ കാണുന്നവർ കണ്ടുകൊണ്ട് പോട്ട്. ഓപ്പണായി വിസിബിൾ ഹീലിങ്സ് ചെയ്തിട്ട് കുറച്ച് മാസങ്ങളായി എന്ന് എനിക്ക് തോന്നുന്നില്ലേ, മന്ത്സ് ടുഗദർ ആയിട്ടുണ്ട്. നോക്കാം, ഇന്ന് കർത്താവ് ചിലത് ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മുഴുവനും കണ്ണുകളടച്ചാലും, വിശ്വസിക്കുന്നവർ മുഴുവനും കണ്ണുകളടച്ചാലും എൻ്റെ മേലൊരു രോഗശാന്തിയുടെ കൃപാവരമുണ്ടെന്ന് ബോധ്യമുള്ളവർ എഴുന്നേറ്റ് നിന്നു. രോഗശാന്തി വേണമെന്നല്ല, രോഗികളെ സൗഖ്യമാക്കുവാനുള്ള ബലം കർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ ഒന്ന് എഴുന്നേറ്റ് നിന്നു. നാം ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാ. യേശുവേ, ഇന്ന് പകൽ തുടർന്നുള്ള ചില മിനിറ്റുകൾ കൊണ്ട് ചില രോഗികൾ ഇതിനകത്ത് സൗഖ്യമാകുന്നത് ഞങ്ങൾ കാണത്തക്കവണ്ണം രോഗാത്മാവിനെയും അവന്റെ ശക്തിയെയും ഈ പകൽ ഞങ്ങൾ ശാസിക്കുന്നു. അങ്ങയുടെ ദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് ആ ശക്തികളെ ശാസിക്കുന്നു. ഇന്നൊരു ദൈവിക ജയം ഇവിടെ വ്യാപരിക്കട്ടെ. ചില വിസിബിൾ മിറക്കിൾസ് കാണേണ്ടതിന് ദൈവശക്തി ഇന്നിവിടെ വ്യാപരിക്കട്ടെ. അത് യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇവിടെ മാത്രമല്ല, ടെലിവിഷനിലൂടെ ശ്രദ്ധിക്കുന്നവർ, വെബ്കാസ്റ്റുകളിലൂടെ ശ്രദ്ധിക്കുന്നവർ ഇന്ന് പകൽ സൗഖ്യമാകാൻ തയ്യാറായിക്കോ. എഴുന്നേറ്റ് വന്ന സഹോദരന്മാർ ദയവായിട്ടിരുന്നാലും. ഞാൻ ആദ്യം ചെയ്യാറുള്ളത്, സാധാരണ എന്നെ കർത്താവ് ഏറ്റവും പ്രധാനമായി ഏൽപ്പിച്ചതും, ഒരു ചെവിയുടെ കേൾവി കുറഞ്ഞു പോയവരോ കേൾവി ഇല്ലാത്തവരോ, ഒരു ചെവിയുടെ കേൾവി കുറഞ്ഞു പോയവരോ, ചെവിയുടെ കേൾവി കുറഞ്ഞു പോയവരോ ചെവി കേൾക്കാതായവരോ ഇതിനകത്തുണ്ടെങ്കിൽ ദയവായി ഈ സമയം എഴുന്നേറ്റ് മുൻപിലേക്ക് വാ. വിശ്വസിക്കുന്നെങ്കിൽ കർത്താവ് ചെയ്യുന്ന കാണാം. ഒരു ചെവിയുടെ കേൾവി കുറഞ്ഞു പോയവരോ അല്ലെങ്കിൽ ഒരു ചെവി ഒട്ടും കേൾക്കാത്തവരോ ഉണ്ടെങ്കിൽ ഈ സമയം ദയവായി എഴുന്നേറ്റ് മുൻപിലേക്ക് വാ. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കട്ടെ. വേഗത്തിൽ എഴുന്നേറ്റ് മുമ്പിലോട്ട് വരും. ഉണ്ടെങ്കിൽ വാ. രണ്ടുപേരും കോർഡ്ലെസ്. ഈ ചെവി തുറന്നു ഏത് ജപിക്കാം? പ്രയാസമുള്ളത് പോലെ ഏത് ജപിക്കാം? കർത്താവേ, നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ ഈ അടഞ്ഞിരിക്കുന്ന ചെവി തുറന്നു വരുവാൻ, കേൾവി പൂർണ്ണമാകുവാൻ ഞാൻ കൽപ്പിക്കുന്നു. അത് യേശുവിന്റെ നാമത്തിൽ. കേൾക്കാവുന്ന ചെവി ഞാൻ അടച്ചു പിടിച്ചോ. കേൾക്കാവുന്ന ചെവി ശരിക്കടച്ചു. ഈ ശബ്ദം കേൾക്കാമോ? തീരെ കേൾക്കാമോ? കേട്ടു? ഇവിടെ ഈ ഫാൻ കറങ്ങുന്ന ശബ്ദം കേൾക്കാം. ഫാൻ കറങ്ങുന്ന ശബ്ദം കേൾക്കാം. ആരെങ്കിലും ഒരാൾ കൊണ്ട് ചെക്ക് ചെയ്തു. ഏത് ജപിക്കാൻ പ്രയാസമുണ്ട്? 2-3 പേര് മതി. കർത്താവേ, നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ ഈ ചെവി തുറന്നു വരുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ബേഥേലിന്റെ ആജ്ഞയാ ഞങ്ങളുടെ യജമാനന്റെ നാമത്തിൽ. ഓപ്പൺ അപ്പ്, തുറന്നു വാ. ആരെങ്കിലും ചെക്ക് ചെയ്തു? വാട്ട് ലാംഗ്വേജ് യു സ്പീക്ക്? Kannada. I cannot understand Kannada. That's fine. God is going to do.
Father, in the name of Jesus, I lay my hand. I command this deaf ear to open up now. She doesn't know the language. She doesn't know the master. But in the name of Jesus, we command, let this ear be open now. Close the other ear. Okay. രണ്ടോ മൂന്നോ പേരുണ്ട്, എളുപ്പം വാ. ചില സമയത്ത് മാത്രമേ പ്രശ്നമുള്ളായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ പറയാനൊക്കത്തില്ല. ഫൈൻ, അത് തന്നെയാണ് സാക്ഷി എന്ന് പറയുന്നത്. കർത്താവേ, അങ്ങയുടെ മകളെ ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്നൊരു ദൈവിക വിടുതലുണ്ടാകട്ടെ. ഇന്നൊരു ദൈവിക വിടുതൽ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ചെവിയുടെ പ്രശ്നമുള്ള അടുത്ത ആളാരാ? ഏത് ചെവിക്കാ? എത്ര നാളായി ഇത് കേൾക്കാതായിട്ട്? 3 വയസ്സ് മുതൽ. ഇപ്പം എത്ര വയസ്സായി? 40 വർഷമായിട്ട് കേൾക്കാത്ത ചെവി. കർത്താവേ, കഴിഞ്ഞ 40 വർഷത്തെ ചരിത്രം ഭേദിച്ച് ഈ ചെവിയുടെ കേൾവി മടങ്ങി വരുവാൻ ബേഥേൽ ഹീലിംഗ് സൺഡേ രാവിലെ കൽപ്പിക്കുന്നു. സൗഖ്യമാക് അത് യേശുവിന്റെ നാമത്തിൽ. ആമേൻ. സിസ്റ്റർ, കേൾക്കാവുന്ന ചെവി ഒന്ന് അടച്ചേ. 40 വർഷത്തെ കേസ് ആയതുകൊണ്ട് കേൾക്കാവുന്ന ചെവി ഒന്ന് അടച്ചേ. നന്നായിട്ട് അടച്ചോ. ഈ ശബ്ദം കേൾക്കത്തില്ല. ഓക്കെ, ഇതെനിക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ ആ കാര്യം. ആദ്യത്തെ പ്രാർത്ഥനയ്ക്ക് തുറന്നില്ല. യേശുവേ, ഈ ചെവി ഞങ്ങൾക്ക് തുറക്കണം. അങ്ങയുടെ ജനം അങ്ങയെ അധികം വിശ്വസിക്കുവാൻ, അറിയാത്തവർ ജീവനുള്ള ദൈവത്തെ അറിയുവാൻ യേശുവിന്റെ നാമത്തിൽ തുറന്നു വാ. കേൾക്കാമോ? കേൾക്കാം, അത് കേൾക്കാം. ഓക്കെ, കേൾക്കാമോ? കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ബെസ്റ്റ്. ആർക്കൊക്കെ ചെക്ക് ചെയ്യണേ ചെയ്തു. ആർക്കൊക്കെ ചെക്ക് ചെയ്യണം? എനിക്ക് തോന്നുന്നു ടൈം കഴിയുന്നു. നല്ല വേദനയുണ്ട്, ചെവിക്ക് നല്ല വേദന. ജനിച്ചതിന് ശേഷം ഇൻഫൻസി ഒരു ചെവിക്കകത്ത് സർജറി കഴിഞ്ഞ് ചെവിയുടെ കേൾവി പോയിരിക്കുകയായിരുന്നു. വേദനയും ഉണ്ടായിരുന്നു, കേൾവി കുറവുമായിരുന്നു. ഇപ്പോൾ വേദന മാറി കേൾക്കുകയും ചെയ്യും. ഇൻഫൻസി സ്റ്റേജ് മുതൽ സൗഖ്യമാക്കിയ കർത്താവ് ദയവായിട്ട് ബാക്കിയുള്ളത്. ശരിയായല്ലോ സിസ്റ്റർ? ശരിയായല്ലോ, കംപ്ലീറ്റ് ശരിയായി. ഇനി ഞാൻ പിന്നെ പ്രാർത്ഥിക്കാം. ടൈം എനിക്ക് ടൈമാ ഭയങ്കരം. 1 മിനിറ്റൂടെ ബാക്കിയുള്ളൂ. എല്ലാ രോഗികളും അവരവരുടെ ശരീരത്തോട്ട് കൈവച്ചു. കർത്താവ്ദാസന്മാരെല്ലാം ആ ബ്ലൂ ചെയേഴ്സിലോട്ടൊന്ന് പോയി. ബ്ലൂ ചെയേഴ്സിലോട്ട് 2-3 പേരൊന്ന് പോയി. രോഗികളെ ഇരുത്തിയിരിക്കുന്ന ബ്ലൂ ചെയേഴ്സിലാണ്. അതിൻ്റെ പുറകിലത്തെ ആ ജസ്റ്റ് ഗോ ടു ദാറ്റ് റീജൻ. പ്ലീസ് റൺ ഗോ ഫാസ്റ്റ്. ഞങ്ങളുടെ കർത്താവേ, ഇന്നിതിനകത്ത് തങ്ങളുടെ കരങ്ങൾ ശരീരത്ത് വെച്ചിരിക്കുന്നവർ, ഞങ്ങളുടെ വിസിനിറ്റിയിലും ഞങ്ങളുടെ ഓഡിയബിൾ റേഞ്ചിലും 5 വൻകരകളിലായി രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഈ രാവിലെ സൗഖ്യമാകുവാൻ, ഈ സമയം സൗഖ്യമാകുവാൻ യേശുവിന്റെ നാമത്തിൽ we declare the healing. അതിന്ന് പകൽ സംഭവിക്കട്ടെ. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ചില മിനിറ്റുകൾക്ക് ശേഷം ടെലിവിഷൻ കഴിഞ്ഞു. താങ്ക് യു. ടെലിവിഷൻ കഴിഞ്ഞു. ദാറ്റ്സ് ഓക്കെ. ചില മിനിറ്റുകൾക്ക് ശേഷം ഇവിടെ ഉള്ളവർക്ക് ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിക്കും. ഒരു പ്രാവശ്യം കൂടെ രണ്ടാമത് ആടി നമുക്ക് ദൈവത്തെ ആരാധിക്കാമല്ലോ. ജീസസ്, പ്രൈസ് ദി ലോർഡ് ജീസസ്. സാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക. മരുഭൂമിയെ നീ മലർവാടിയാക യേശുവിൻ നാമത്തിനാൽ. മരുഭൂമിയെ നീ മലർവാടിയാക യേശുവിൻ നാമത്തിനാൽ. ഓഹോ, അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാൽ. ഓഹോ, അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാൽ. രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാൽ. രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാൽ. ഹല്ലേലൂയ.
അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. ഹല്ലേലൂയ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. ശത്രുവിനായുധമേ തകർന്നു പോയിടുക യേശുവിൻ നാമത്തിനാൽ. ശത്രുവിനായുധമേ തകർന്നു പോയിടുക യേശുവിൻ നാമത്തിനാൽ. ഹല്ലേലൂയ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. തടസ്സങ്ങളെ പൊട്ടിച്ചിതറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. തടസ്സങ്ങളെ പൊട്ടിച്ചിതറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. ഹല്ലേലൂയ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവേ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. ഞെരുക്കങ്ങളെ വഴി മാറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. ഞെരുക്കങ്ങളെ വഴി മാറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. ഹല്ലേലൂയ. അസാധ്യമേ വഴി ഓ ഹല്ലേലൂയ. ഓ അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ. മരുഭൂമിയെ നീ മലർവാടിയാക യേശുവിൻ നാമത്തിനാൽ. മരുഭൂമിയെ നീ മലർവാടിയാക യേശുവിൻ നാമത്തിനാൽ. ഹല്ലേലൂയ. അസാധ്യമേ വഴി മാറുക. എല്ലാ സാധ്യങ്ങളും മാറിപ്പോട്ടെ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിൽ. വിശ്വാസത്തോടെ രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാൽ. ഹല്ലേലൂയ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ. Glory to God. അസാധ്യമേ വഴി മാറുക നാമത്തിനാൽ. സാധ്യമേ എല്ലാം സാധ്യമേ എന്റെ യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ. സന്തോഷത്തോടെ ഓ അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ. മുഖാന്തിരം ബുദ്ധിക്കതീരമാമത്യങ്ങളാലെ ദൈവം എന്നെ നടത്തും. ഓ ബുദ്ധിക്കതീരമാം. സാധ്യമേ വിശ്വാസത്തോടെ എന്റെ യേശുവിൻ കൂടെയുള്ളത്. ഹല്ലേലൂയ. സാധ്യമേ എന്റെ സാധ്യമേ എന്റെ യേശുവിൻ കൂടെയുള്ളത്. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും വെല്ലും കുലുങ്ങുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും വെല്ലും കുലുങ്ങുകയില്ല ഇനി. ബുദ്ധിക്കതീരമാം ദിവ്യ സമാധാനം എന്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീരമാം ദിവ്യ സമാധാനം എന്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ഓഹോ സാധ്യമേ എല്ലാം സാധ്യമേ എന്റെ യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ ഓ എന്റെ യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ സാധ്യമേ എല്ലാം സാധ്യമേ. ഹല്ലേലൂയ. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ വചനത്തിൻ ശക്തിയാൽ. Glory to God. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീരമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ദയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീരമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ദയാളിയായി. ശക്തിയോടെ സാധ്യമേ വിശ്വാസത്തോടെ സാധ്യമേ എല്ലാം സാധ്യമേ എന്റെ യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ
സാധ്യമേ, എന്റെ സാധ്യമേ, എന്റെ യേശുവിൻ കൂടെയുള്ള സാധ്യമേ, സാധ്യമേ. Glory to God. യേശുവേ സാധ്യമേ, യേശുവേ. കർത്താവേ, സ്തോത്ര കാഴ്ചകൾക്കായി, ദശാംശ ഭാഗങ്ങൾക്കായി, വഴിപാടുകൾക്കായി അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആണിപ്പാടുള്ള കുഞ്ഞാടിന്റെ രക്തം തളിച്ച് ആണിപ്പാടുള്ള കരങ്ങൾ ഇതിന്റെ മേൽ വെച്ച് ഇതിനെ ശുദ്ധീകരിച്ച് കർത്താവ് അംഗീകരിച്ച് ഇതിൽ പ്രസാദിച്ച് ഇതിലേക്ക് കരം നീട്ടിയ ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരം നീട്ടുവാൻ ആഗ്രഹിച്ചിട്ടും കരം നീട്ടുവാൻ സാധിക്കാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കരങ്ങളെ ബലപ്പെടുത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും ദൈവനാമത്തിന്റെ മഹത്വത്തിനും കർത്താവെ അങ്ങയുടെ ഹിതം പോലെ പ്രയോജനപ്പെടുവാൻ അങ്ങയുടെ സഭയ്ക്ക് കർത്താവ് അവസരം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതിലേക്ക് കരം നീട്ടിയവർക്ക് വലിയ അനുഗ്രഹവും പ്രതിഫലവും നൽകി മാനിക്കുമ്പോൾ തന്നെ സഭയുടെ ആസ് എ ഹോൾ ഒരു വലിയ ഉയർച്ചയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനാ വിഷയങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഏൽപ്പിക്കപ്പെട്ട ഓരോ വിഷയങ്ങളിൽ ദൈവത്തിന്റെ സഹായം, ദൈവത്തിന്റെ അനുഗ്രഹം, പ്രാർത്ഥനയുടെ മറുപടികൾ ഞങ്ങൾ ചോദിക്കുന്നു. ഇതിൻ്റെ അകത്ത് പ്രാർത്ഥനയുടെ വിഷയങ്ങളുമായി നിൽക്കുന്നവരെയും ഞങ്ങൾ ഈ സമയം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടികൾ തരുന്ന ദൈവത്തിന്റെ വിശ്വസ്തത വെളിപ്പെട്ടു വരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. പ്രാർത്ഥനയുടെ എല്ലാവരും ദൈവസന്നിധിയിൽ ഇരിക്കണം. 2-3 വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് തുടർന്ന് രോഗികളെ മുൻപോട്ട് വിളിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് ഓഫറിങ്സിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ അകത്തൊരു ശബ്ദം ഞാൻ കേട്ടു. ദ സ്പിരിറ്റ് ഓഫ് പവർട്ടി, ദാരിദ്ര്യത്തിന്റെ ആത്മാവിനെ ഇന്ന് നമ്മൾ സഭയായിട്ടൊന്ന് ശാസിച്ച് പ്രാർത്ഥിക്കണം. Amen, amen, amen. ഇന്നൊരു ഫിനാൻഷ്യൽ റിലീസ് ഉണ്ട് എന്നടുത്തൊരു അരുളപ്പാടും ദൈവാത്മാവ് ഇവിടെ റിലീസ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലായിരുന്നു പ്രാർത്ഥിക്കാൻ. കാര്യം കൈവച്ച് സച്ച് എ ബൂമിങ് വോയിസ്, ഒരു ശബ്ദം അകത്തിങ്ങനെ മുഴങ്ങുകയായി. റിബ്യൂക്ക് ദ സ്പിരിറ്റ് ഓഫ് പവർട്ടി. ആ ദാരിദ്ര്യത്തിന്റെ ആത്മാവിനെ ശാസിച്ച് പ്രാർത്ഥിക്കും. ദാരിദ്ര്യത്തിന്റെ അവസ്ഥകൾ വന്നാലും നമ്മൾ കർത്താവിനെ കൈവിടത്തില്ല. ദാറ്റ്സ് അവർ ആറ്റിറ്റ്യൂഡ്. അത് മനോഭാവമാണ്. ഏത് ആവശ്യത്തിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനെ അറിയിക്കും. അത് നമ്മുടെ മനോഭാവം, നമ്മുടെ സ്വഭാവം, നമ്മുടെ വിശ്വാസം അതെല്ലാമാണെങ്കിലും അതിൻ്റെ പിൻപിൽ ദൈവജനത്തെ ഞെരുക്കിക്കളയുന്ന, വരുമാന മാർഗങ്ങളെ അടച്ചു മാറ്റുന്ന, നന്മയും അനുഗ്രഹവും ദൈവം കയ്യിൽ തരുന്നതിനെ ചോർത്തിക്കളയുന്ന ഒരു സ്പിരിറ്റ് ഓഫ് പവർട്ടിയെ ഇന്നൊന്ന് ശാസിക്കുവാൻ ഒറ്റയ്ക്കല്ല സഭയായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. താങ്ക് യു ലോർഡ്. ഇന്ന് ഒരു ഫിനാൻഷ്യൽ ഡെലിവറൻസ് ഉണ്ട് എന്ന് സ്വർഗം അരുളി ചെയ്തെങ്കിൽ, ബ്രേക്ക് that spirit of poverty എന്നൊരു ശബ്ദം ദൈവാത്മാവ് കേൾപ്പിച്ചെങ്കിൽ ഇന്ന് ഞങ്ങൾ ഒരു മനസ്സോടെ ദൈവജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അന്യായമായി സ്തോത്ര കാഴ്ചയ്ക്കകത്ത് വരുന്ന പണം മുതൽ, താങ്ക് യു ലോർഡ്, വരുമാന മാർഗങ്ങളെയും നന്മകളെയും ചോദ്യം ചെയ്യുവാൻ, ചോർത്തിക്കളയുവാൻ പൈശാചിക തന്ത്രങ്ങളും പൈശാചിക പദ്ധതികളും പൈശാചിക പ്രവൃത്തികളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ചവിട്ടി മെതിക്കുകയാണ്. ഔട്ട് ഓഫ് ദിസ് കോംപ്ലക്സ്, ഈ സഭയുടെ അതിർവിട്ട് പുറത്തു പോകുവാൻ, കുടുംബങ്ങളുടെ ഭവനങ്ങളുടെ അതിർവിട്ട് പുറത്തു പോകുവാൻ യേശുവിൻ്റെ നാമത്തിൽ സഭയായി ഞങ്ങൾ നിന്നെ എതിർക്കുകയാണ്. പൈശാചിക തന്ത്രങ്ങൾ, മന്ത്രവാദത്തിന്റെ, ആഭിചാരത്തിന്റെ ശക്തികൾ, ദാരിദ്ര്യത്തിന്റെ പിശാച് നന്മകളെ ചോർത്തിക്കളയുന്ന ഓരോ വ്യാപാരങ്ങളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അധികാരമുള്ള നാമത്തിൽ ദൈവ ശബ്ദത്തിന്റെ പിൻപിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സഭയായി നേരിടുകയാണ്. അതിൻ്റെ അകത്തൊരു ജയം കൽപ്പിക്കുകയാണ്. കർത്താവേ, ശബ്ദം കേൾപ്പിച്ചെങ്കിൽ, അരുളപ്പാട് തന്നെങ്കിൽ അതിന്റെ പിൻപിൽ ദൈവാത്മാവ് ഇന്നു മുതൽ ബന്ധപ്പെടുകയും അതിന്റെ മേൽ ജാഗരിക്കുകയും അതിന്റെ പൂർത്തീകരണം വരെയും സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കരങ്ങളിൽ ദൈവം വലിയ സമ്പത്ത് ഏൽപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജാതികളുടെ സമ്പത്ത് ദൈവജനത്തിന്റെ കയ്യിൽ സഭയ്ക്കകത്തേക്ക് ഒഴുകിയിരിക്കും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാലും. ജാതികളുടെയും ദുഷ്ടന്മാരുടെയും സമ്പത്ത് ആലയത്തിലേക്ക് വന്നിരിക്കും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാലും. ജാതികളുടെയും ദുഷ്ടന്മാരുടെയും സമ്പത്ത് അവർ കരുതിക്കൂട്ടി വെച്ചിരിക്കുന്നത് ദൈവജനത്തിന്റെ ഭവനങ്ങളിലേക്ക്, ആലയത്തിന്റെ അകത്തേക്ക്, ദൈവരാജ്യത്തിലേക്ക് ഒഴുകി വരട്ടെ, ഒഴുകി വരട്ടെ, ഒഴുകി വരട്ടെ. അതിന് ദൂതന്മാരുടെ ശുശ്രൂഷകൾ റിലീസാകുകയാണ്. യെസ്, ആലയങ്ങൾ പണിയുവാൻ, സുവിശേഷ വേല ചെയ്യുവാൻ, ദൈവജനം അനുഗ്രഹിക്കപ്പെടുവാൻ, റിസോഴ്സസ് തുറന്നു വരുവാൻ, മീഡിയ ഉപയോഗിക്കപ്പെടുവാൻ, യേശുവിന്റെ നാമത്തിൽ സുവിശേഷീകരണത്തിനായി റബസ് മിഖാൽ
അന്യഭാഷകളിൽ ചില നിമിഷങ്ങൾ സംസാരിച്ചു. ചില ദുഷ്ടപ്രവർത്തികൾ തകർന്നു മാറുകയാണ് എന്ന ഫിനാൻഷ്യൽ റിലീസ് ഇവിടെ ആരംഭിക്കുകയാണ്. In the name of Jesus. കരങ്ങൾ വെടിപ്പായി സൂക്ഷിച്ചവർ, ഹൃദയം ദൈവസന്നിധിയിൽ നിഷ്കളങ്കമായി സൂക്ഷിച്ചവർ, വരുമാന മാർഗങ്ങൾ പിശാചിന്റെ കയ്യിൽ ഏൽപ്പിക്കാഞ്ഞവർ, കയ്യിൽ വന്ന നന്മകൾ പിശാചിന്റെ കയ്യിൽ ഏൽപ്പിക്കാഞ്ഞവർ, വിശുദ്ധിയോടെ വേർപാടോടെ അവരുടെ ജീവിതം സൂക്ഷിച്ചവർ, സുവിശേഷീകരണത്തിനായി ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി അവരുടെ കരങ്ങൾ ബലപ്പെടട്ടെ. അവരുടെ കരങ്ങളിലേക്ക് സമ്പത്തിന്റെ ഒരു ട്രാൻസ്ഫർ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സഭയായി ഞങ്ങൾ അതിന്റെ മേൽ മുദ്ര വയ്ക്കുകയാണ്. Praise the Lord. Hallelujah. രണ്ടാമത്തെ ഒറ്റ വിഷയം കൂടെ പറഞ്ഞിട്ട് ഞാൻ മൈക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രയർ ടവറിൽ എല്ലാ ദിവസവും വരുന്നവരുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാ ആഴ്ചയിലും ഒരിക്കലെങ്കിലും വരുന്നവരുണ്ട്. എവറി സിംഗിൾ വീക്ക് 1 മണിക്കൂറായിരിക്കും, 2 മണിക്കൂറായിരിക്കും, ഒരു രാത്രി മുഴുവനായിരിക്കും. ചിലർ മാസത്തിൽ ഒരിക്കൽ വരുന്നവരുണ്ട്, ചിലർ മാസത്തിൽ 3 പ്രാവശ്യം വരുന്നവരുണ്ട്. ചിലർ 10-ാം തീയതി, 20-ാം തീയതി, 30-ാം തീയതി വരുന്നവരുണ്ട് ഗ്രൂപ്പായിട്ട്. ചിലർ വെള്ളിയാഴ്ചകളിൽ മാത്രം വരുന്നവരുണ്ട്. ചിലർ ഞായറാഴ്ചകളിൽ 1 മണിക്കൂറെങ്കിലും ചെലവഴിക്കുന്നവരുണ്ട്. അങ്ങനെ മാസത്തിൽ ഒരിക്കലെങ്കിലും 1 മണിക്കൂറെങ്കിലും ആലയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നവർ, അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ 2 മാസമായിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും 1 മണിക്കൂറെങ്കിലും പ്രയർ ടവറിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ഒറ്റ ഒരാളെ ഉള്ളെങ്കിലും യു ഡോണ്ട് മൈൻഡ്, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. താങ്ക് യു. ഇറ്റ്സ് എ റിക്വസ്റ്റ്. അത്രയും പേർ ദയവായി മുൻപോട്ട് വരണം. സഹോദരന്മാർ എൻ്റെ ലെഫ്റ്റ് സൈഡിലും, സഹോദരിമാർ എൻ്റെ റൈറ്റ് സൈഡിലുമായി ദയവായിട്ട് എല്ലാവരും മുൻപിൽ വരണം. എഴുന്നേറ്റ് നിൽക്കുന്നവർ മാത്രം. ഇവർ മുൻപിലോട്ട് വരുമ്പോൾ ലെറ്റ് മീ ആസ്ക് യു, ഇനിയും എഴുന്നേൽക്കുന്നവർ മുൻപോട്ട് വരരുത്, അവിടെ തന്നെ എഴുന്നേറ്റ് നിൽക്കണം. പക്ഷേ ഇനിയും എഴുന്നേറ്റ് നിൽക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നത്, ഇതുവരെ എനിക്ക് സാധിച്ചിട്ടില്ല, പക്ഷേ ഇന്നു മുതൽ ഞാൻ ആഗ്രഹിക്കുക ഒരു കമ്മിറ്റ്മെൻറ്റ്, തീരുമാനമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു കമ്മിറ്റ്മെൻറ്റ് എങ്കിലും തീരുമാനമെടുത്തിട്ട് കഴിയും. പിന്നെ അത് സാധിച്ചില്ലെങ്കിൽ ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, ശിക്ഷാവിധി മാറിക്കിട്ടാൻ. അതുകൊണ്ട് തീരുമാനത്തിലേക്ക് ഞാൻ ചോദിക്കുന്നില്ല, അറ്റ്ലീസ്റ്റ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മാസത്തിൽ 1 മണിക്കൂറെങ്കിലും, കഴിയുമെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും, അറ്റ്ലീസ്റ്റ് മാസത്തിൽ 1 മണിക്കൂറെങ്കിലും ഞാൻ പ്രയർ ടവറിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളവർ അവർ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ എണീറ്റ് നിൽക്കണം. ആരെങ്കിലും ഒറ്റരാളെങ്കിലും ഉണ്ടെങ്കിൽ. താങ്ക് യു. ഇത് പുതിയ കമ്മിറ്റ്മെൻറ്റ്സ് ആണ്. യു ഡോണ്ട് കം ടു ദ ഫ്രണ്ട്. നിങ്ങൾ ദയവായി മുൻപിൽ വരല്ല, യു സ്റ്റേ ദർ. കാര്യം ഈ മുൻപിൽ വന്നിരിക്കുന്ന ഇത്രയും പേർക്ക് വേണ്ടി മാത്രം എണ്ണ വെച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഇത് ചുമ്മാതെ ഒരു മനസ്സിൽ തോന്നിയ ഒരു ഫാൻറ്റസി അല്ല, ഏതാണ്ട് ഒരു ഗ്ലാമറിന് വേണ്ടിയോ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനോ ഒന്നുമല്ല. പ്രത്യേക വെളിപ്പാടുകളും ആലോചനകളെയും ബേസ് ചെയ്ത് ഈ മുൻപിൽ വന്ന് നിൽക്കുന്നവർക്ക് വേണ്ടി എണ്ണ വെച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അതേസമയം എണീറ്റ് നിൽക്കുന്നവർക്ക് വേണ്ടി ആദ്യം ഡാഡി പ്രാർത്ഥിച്ചിട്ട് ഈ മുൻപിൽ വന്ന് നിൽക്കുന്നവർക്ക് വേണ്ടി എണ്ണ വെച്ച് ഒരു കാവലിനായി, അഭിഷേകത്തിനായി പ്രാർത്ഥിക്കും. മാത്രമല്ല അതിനുശേഷം രോഗികളെ മുൻപോട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. Let's give ourselves into the hands of the Lord. കർത്താവേ, പ്രയർ ടവറിൽ വന്നിരിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും, വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നവരും, അങ്ങയുടെ കാവൽ അർഹിക്കുന്നതിനാൽ അടിയങ്ങൾക്കൊരു കാവൽ തരണേ. പീഡനത്തിൻ്റെ ശക്തി പിശാച് വ്യത്യസ്ത മണ്ഡലങ്ങളിൽ അഴിച്ചുവിട്ടപ്പോൾ ഞങ്ങളെ ഇതുവരെ പരിപാലിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ഇടയ്ക്കൂടെ അരിച്ചു കയറുവാൻ ശ്രമിക്കുന്ന പൈശാചിക പോരാട്ടങ്ങൾ ഈ ജനത്തിന് എതിരായി വരാതെ വണ്ണം ഇവർക്കൊരു കാവലിന് വേണ്ടി ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവ് അത് കൽപ്പിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് ദൈവം അത് ചെയ്തതിനായി സ്തോത്രം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഞാൻ ഈ മുന്നിൽ നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രം, മുൻപിൽ വന്നവർക്ക് വേണ്ടി മാത്രം എണ്ണ വെച്ച് പ്രാർത്ഥിക്കട്ടെ. ബാക്കിയുള്ളവർ ഇരുന്നാലും സീരിയസ് ഈ കാവൽ നിങ്ങളുടെ മേലുണ്ടായിരിക്കും. ഈ പ്രാർത്ഥന നടക്കുമ്പോൾ നമ്മളാരും അലക്ഷ്യരായിട്ടിരിക്കാതെ പ്രാർത്ഥനയിലും ഒരു മേ ബി എ സോങ് ഓഫ് വർഷിപ്പ്, ഒരു സ്ലോ സോങ് പാടുവാൻ സമയമെടുക്കും. ആരാധനയുടെ സമയമാണ്. ദയവായിട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞവർ ദയവായി അവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിച്ചെല്ലണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു കാവൽ, യേശുവിൻ്റെ നാമത്തിലൊരു കാവൽ അങ്ങയുടെ മകളുടെ മേലിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവിക കാവൽ, ഒരു ശത്രു തുടരുത്, ഒരു കാവൽ. യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവിക കാവൽ ഇന്ന് അങ്ങയുടെ മകളുടെ മേലിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവിക കാവൽ ഇന്ന് അങ്ങയുടെ മകളുടെ മേൽ, യേശുവിൻ്റെ ബലമുള്ള നാമത്തിൽ ദൈവിക കാവൽ ഇന്ന് അങ്ങയുടെ മകളുടെ മേൽ ഉണ്ടാകട്ടെ. ഒരു ദൈവിക കാവൽ അങ്ങയുടെ മകളുടെ മേലിരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവിക കാവൽ അങ്ങയുടെ മകളുടെ മേൽ ഇരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവിക കാവൽ ഇന്ന് അങ്ങയുടെ മകളുടെ മേൽ കാണട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവിക കാവൽ അങ്ങയുടെ മകളുടെ മേൽ ഇരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവിക കാവൽ. യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവിക കാവൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവിക കാവൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവിക
പ്രത്യേക കാവൽ ഇന്ന് ഞങ്ങൾ ചോദിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക കാവൽ, യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക കാവൽ, യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക കാവൽ, യേശുവിന്റെ ബലമുള്ള നാമത്തിൽ ഒരു ദൈവിക കാവൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക കാവൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക കാവൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക കാവൽ, യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക കാവൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക കാവൽ, യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക കാവൽ, യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക കാവൽ, യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക കാവൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക കാവൽ, യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക കാവൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക കാവൽ ഉണ്ടാകട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ, യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക കാവൽ ഉണ്ടാകട്ടെ. സൗഖ്യദായകൻ നിൻ വചനത്തിൻ ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാം. എൻ വചനത്തിൻ ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാം. നീ എന്നെ സൗഖ്യമാക്കും കർത്തൻ, നീ എന്റെ സൗഖ്യദായകൻ നിൻ വചനത്തിൻ ആജ്ഞയാ നീ എന്നെ സൗഖ്യമാക്കും. നിൻ വചനത്തിൻ ആജ്ഞയാ നീ എന്നെ സൗഖ്യമാക്കും. നീ എന്നെ സൗഖ്യമാക്കും കർത്തൻ, നീ എന്റെ സൗഖ്യദായകൻ എൻ വചനത്തിൻ ആജ്ഞയാ നീ എന്നെ സൗഖ്യമാക്കി. എൻ വചന നീ എന്നെ സൗഖ്യമാക്കി. അതുകൊണ്ട് വളരെ വേഗത്തിൽ പ്രാർത്ഥിക്കും. ആത്മീയ അന്തരീക്ഷം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നു. രോഗികൾക്ക് വേണ്ടി തുടർന്ന് ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ശരീരത്തെ മുഴകളുണ്ട്. മുമ്പേ നമ്മൾ ചെവിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു, മുന്നോട്ട് വിളിച്ചു പ്രാർത്ഥിച്ചു, അല്ലാത്തവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു രോഗസൗഖ്യത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഹീലിംഗ് സൺഡേ, ഒരു രോഗസൗഖ്യത്തിന്റെ വിടുതൽ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിൽ മുഴകളുള്ളവർ, ഞാൻ മുന്നോട്ട് വിളിക്കുന്നില്ല, അവരുടെ മുഴ ഉള്ളിടത്തോട്ട് ഒരു കൈ വെച്ചോണം. ശരീരത്തിൽ മുഴകളുള്ളവർ ആ മുഴയുള്ള ഭാഗത്തേക്ക് ഒരു കൈ വെക്കണം. കൈകളും കാലുകളും നീണ്ടുവരുന്ന ഒരു ശുശ്രൂഷ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന സമയം ഒക്കത്തില്ല, നമുക്ക് നമ്മുടെ ടൈം നമ്മുടെ പരിധിയിലെത്തിയതുകൊണ്ട്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള രോഗങ്ങളും അടുത്ത പ്രാവശ്യത്തെ ഒരു ഹീലിംഗ് സർവീസിൽ ഇവിടെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ എന്നെ ഓർപ്പിച്ചാൽ മതി. ആദ്യം ഞാൻ അത് ചെയ്യാം. ഏത് തരത്തിലുള്ള രോഗികളാണെങ്കിലും ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ഈ ബോധം തരുന്നു. റോൺ ചാൾസിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആന്തരിക അവയവങ്ങൾക്ക് വേദന സഹിക്കത്തക്കവണ്ണം യേശുവിൻ്റെ കാലിൻ്റെ പൊത്തയിലൂടെ ആണി താഴോട്ടടിച്ചത്. വെള്ളയിലൂടെ മുകളിലേക്ക് അടിച്ചിരുന്നെങ്കിൽ ചില നരമ്പുകൾ എസ്കേപ്പ് ചെയ്ത് മാറിയേനെ. പൊത്തയിലൂടെ താഴോട്ടടിച്ചത് കൊണ്ട് എസ്കേപ്പ് ചെയ്ത് മാറാതെ നിന്നത് ചില കിഡ്നികൾ, ചില സ്പ്ലീനുകൾ, ചില ഗോൾഡ് ബ്ലാഡർ. എനിക്ക് മെഡിക്കൽ ടേംസ് അറിയാൻ വയ്യ. അറിയാവുന്ന നിങ്ങൾ, അറിയാവുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ സൗഖ്യം ചോദിച്ചാട്ടെ. ചില നരമ്പുകൾ ബലപ്പെടും. ഇന്ന് പകൽ ഒരു ദൈവശക്തി വീണ്ടും വ്യാപരിക്കുക. ഒരു മഴ പെയ്തിറങ്ങുന്നത് പോലെ രോഗസൗഖ്യം പെയ്തിറങ്ങുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഫെബ്രുവരിയുടെ ആരംഭയാഴ്ച മുതൽ ആത്മീയ അന്തരീക്ഷത്തിന് വ്യത്യാസം തന്നു തുടങ്ങിയ ദൈവമേ, ഫെബ്രുവരിയുടെ അവസാനത്തെ ആഴ്ചയിൽ
അടുത്തൊരു ലെവലിലേക്ക് മാറേണ്ടതിന് ഇതിനകത്തൊരു കൂട്ട രോഗസൗഖ്യം തുടങ്ങട്ടെ. നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്നൊരു വിടുതൽ സംഭവിക്കട്ടെ. ഏത് തരത്തിലുള്ള രോഗികളും അന്നനാളം ചുരുങ്ങുക, അന്നനാളം ചുരുങ്ങുക. തൊണ്ടയ്ക്കും നെഞ്ചിനോട് ചേർന്ന ഉൾഭാഗങ്ങൾക്കും അന്നനാളം ചുരുങ്ങുക. പകൽ അത് മാറാൻ പോവുക. അതിനകത്ത് സ്വെല്ലിംഗ് ഉണ്ടാകുക. ഇന്ന് പകൽ അത് മാറാൻ പോവുക. അന്നനാളവുമായി ബന്ധപ്പെട്ട് ക്യാൻസറസ് ആക്കി മാറ്റുമെന്നൊക്കെ വാദിക്കുന്ന, ട്യൂമറസ് ആക്കി മാറ്റുമെന്ന് വാദിക്കുന്ന എക്സ്ട്രാ ഗ്രോത്ത് യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങുവാൻ ഞങ്ങൾ ഇനി അഡ്രസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങുവാൻ ഞങ്ങൾ നിന്നെ അഡ്രസ് ചെയ്യുന്നു. വിട്ടുപോ തവേ, ഒരു ദൈവിക രോഗസൗഖ്യം ഇന്ന് ജനത്തിന്റെ മേൽ നടക്കട്ടെ. ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മുഴകളുള്ളവർ, നീർവീഴ്ച ഉണ്ടാകുന്നവർ, പഴുപ്പുണ്ടാകുന്നവർ അതാത് ഭാഗങ്ങളിലേക്ക് കൈവക്കാം. വേദനകൾ ഉണ്ടാകുന്നവർ, മസിലുകൾക്ക് ബലക്ഷയം ഉണ്ടാകുന്നവർ ആ ഭാഗങ്ങളിലേക്ക് ഒരു കരം വെക്കാം. തവേ, ഞങ്ങളുടെ നാമത്തിൽ രോഗസൗഖ്യമുണ്ടെന്ന് അങ്ങ് കൽപ്പിച്ചതിനായി സ്തോത്രം. അങ്ങയോടുകൂടെ ഇരിക്കേണ്ടതിനും പ്രസംഗിപ്പാൻ അയക്കേണ്ടതിനും രോഗികളുടെ മേൽ അധികാരമുണ്ടാകേണ്ടതിനും അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് തിരുനാമത്തിൽ പറഞ്ഞയച്ച യേശുവേ, ശക്തി ലഭിച്ച എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞ് ആത്മാവിനെ തന്ന പിതാവേ, അങ്ങയുടെ മക്കളെ ഉപയോഗിക്കുന്ന കൊയ്ത്തിന്റെ യജമാനനായ പരിശുദ്ധ ആത്മാവേ, പകലൊരു ദൈവ രോഗശാന്തി ഇതിനകത്ത് വ്യാപരിപ്പാൻ വെബ്കാസ്റ്റിലൂടെ ശ്രദ്ധിക്കുന്ന 5 വൻകരകളിലുമുള്ളവർ, നാളെ റേഡിയോകളിലൂടെ ശ്രദ്ധിക്കേണ്ട, റെക്കോർഡഡ് മെസ്സേജിലൂടെ ശ്രദ്ധിക്കേണ്ടവർ, യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുക, സൗഖ്യമാകുക, സൗഖ്യമാകുക. അത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പുത്രപുത്ര പരിശുദ്ധാത്മാവിന്റെ ബലമുള്ള നാമത്തിൽ ഞങ്ങളിത് കൽപ്പിച്ചറിയിക്കുന്നു. ഇപ്രകാരം ഇന്ന് അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ.